എത്ര സ്ത്രീകളാണ് മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന കോട്ടിക്കുളം എന്ന വലിയ ജുമുഅത്ത് പള്ളി 1200ഓളം വീടുകളുള്ള ആ മസ്ജിദിൽ എല്ലാ ആഴ്ചയും നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, അസറിന് ശേഷം നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ പലപ്പോഴും കത്തുകൾ വരാറുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞിട്ട്. ആ കത്തുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വായിച്ച കത്തിൽ മനസ്സ് വല്ലാതെ വേദനിച്ചൊരു കത്തുണ്ടായിരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണം, ഒരു ഭർത്താവിന്റെ, ഒരു ഭാര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് ഒരു കുഞ്ഞിക്കാല് കിട്ടുക എന്നുള്ളത്. ബാപ്പ എന്ന് വിളിച്ചു, ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർ, പ്രിയപ്പെട്ട മക്കളെ നെഞ്ചിലിരുത്തിക്കൊണ്ട് ആ മക്കളെ ചുടുചുംബനം നൽകാൻ അതൊരു സൗഭാഗ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ദൂരെ നിന്ന് കാണുമ്പോൾ ബാപ്പ എന്ന് പറഞ്ഞു ഓടി വരുന്ന മക്കൾ നമ്മുടെ മനസ്സിൽ സമാധാനമാണ് നൽകുന്നത്. 17 വർഷമായി മക്കളില്ലാത്ത ദമ്പതികൾ, 17 വർഷത്തിന് ശേഷം ആ സ്ത്രീ പ്രഗ്നന്റ് ആയി. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അസ്വസ്ഥത കടന്നു വന്നപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു, ടെസ്റ്റ് ചെയ്തപ്പോ താമസിക്കുന്ന സഹോദരിയുടെ മാറിടത്തിൽ ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അല്ലാഹു പരിപൂർണ ശിഫയാക്കി കൊടുക്കട്ടെ. ഉമ്മയുടെ അമ്മിഞ്ഞിപ്പാൽ എന്ന് പറയുന്നത് മാതാവിന്റെ അമൃത കുംഭങ്ങളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന അമ്മിഞ്ഞിപ്പാല് കുടിക്കേണ്ട അല്ലാഹു അനുഗ്രഹമായി നൽകിയിട്ടുള്ള മാറിടം. ആ മാറിടത്തിൽ ക്യാൻസർ പിടിച്ചാൽ പിന്നെ മുറിച്ചു മാറ്റേണ്ടി വരും. ഒരു സഹോദരി വന്നിട്ട് എന്നോട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, ഉസ്താദേ 4ാം സ്റ്റേജിലെത്തിയിരിക്കുകയാണ്, തന്റെ മാറിടം മുറിച്ചു മാറ്റാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എപ്പോഴാണ് രോഗം നമ്മളിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഈ കണ്ണുകൾ അടയുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഈ നാവിന്റെ ടാസ്റ്റുകൾ നഷ്ടപ്പെടുന്നതെന്നറിയില്ല, എപ്പോഴാണ് ജീവച്ഛവമായി നമ്മുടെ സൗരഭ്യത്തിന്റെ, സൗന്ദര്യത്തിന്റെ പൂമെത്തയിൽ നമ്മൾ കിടന്ന് ബെഡിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കുടുംബക്കാര് വരുമ്പോൾ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ കാട്ടിച്ച് മൂത്രമടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് മൂക്ക് പിടിച്ചുകൊണ്ട് കുടുംബക്കാര് വന്നുകൊണ്ട് പ്രയാസങ്ങൾ കണ്ട് പൊട്ടിക്കരയുന്ന അവസ്ഥകൾ എപ്പോഴാണ് കടന്നു വരുന്നത് നമുക്കറിയില്ല. ഇവിടെ എന്തും സംഭവിക്കാം. അതാണ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിലുണ്ട്, മിൻ ഇഖ്തിറാബിസ് സഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഖിയാമത്ത് നാൾ അടുത്തു എന്നതിന്റെ ലക്ഷണമാണ് ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പെട്ടെന്ന് മരിക്കുക. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മരണങ്ങളൊക്കെ നീ ഖൈറാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് യുവത്വം എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുകളും മൈൻഡ് ചെയ്യാതെ പോകുന്ന, ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന 2 അനുഗ്രഹത്തെ കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലൊന്ന് അസ്സിഹാ, അവന്റെ യൗവനമാണ്, അവന്റെ യുവത്വമാണ്, അവന്റെ ആരോഗ്യകാലമാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലേ അതിന്റെ വിലയറിയുകയുള്ളൂ, കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടെങ്കിലേ അതിന്റെ വിലയറിയുകയുള്ളൂ, 2 കിഡ്നി നഷ്ടപ്പെട്ടെങ്കിലേ കിഡ്നിയുടെ വിലയറിയുകയുള്ളൂ. ശരീരമാസകലം വേദന കൊണ്ട് പുളയുന്ന സമയത്തെ പടച്ചവൻ നൽകിയ ആരോഗ്യത്തിന്റെ വിലയറിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ വിലയറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരു ബസ്സിന് കാത്തു നിൽക്കുകയാണ്, ട്രെയിനിന്
ട്രെയിനിന് കാത്തു നിൽക്കുകയാണ്. 1 മിനിറ്റേയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ, 1 മിനിറ്റ് വീട്ടിൽ നിന്ന് വൈകിയപ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച ബസ് പോയപ്പോഴാണ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയ സമയത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പനി പിടിച്ചുകൊണ്ട് 3 ദിവസം പനി പിടിച്ചാൽ 4ാമത്തെ ദിവസം മുട്ടത്തൊടിയിലെ ചെറുപ്പക്കാരൻ പറയാൻ, ഉസ്താദേ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒന്നും മധുരം പോലും അടുപ്പിക്കാൻ കഴിയുന്നില്ല, നാവിന്റെ ടേസ്റ്റ് അല്ലാഹുവിൽ നിന്ന് ചായ കുടിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹു നൽകിയ നാവുണ്ടല്ലോ, ഈ നാവിന്റെ ടേസ്റ്റ് അല്ലാഹു എടുത്തു മാറ്റിയാൽ പിന്നെ ആരാണ് മോനെ നിനക്ക് നാവിന്റെ ടേസ്റ്റ് തരുന്നത്? നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ, 12,000-ഓളം വരുന്ന ടേസ്റ്റ് ബഡ്സുകൾ മനുഷ്യന്റെ നാവിൽ അല്ലാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, കൈപ്പറിയാൻ, പുളിപ്പറിയാൻ, മധുരമറിയാൻ വെറും ഈ ഒരു ഇറച്ചി കഷണം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഈ പല്ലിന്റെ ഇടയിൽ നിന്ന് ഇളകിക്കളിക്കുന്ന ഈ നാവുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലിന്റെ ഇടയിലെങ്ങാനും ഈ നാവ് കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ. ഈ പല്ലിന്റെ ഇടയിൽ ആ നാവിനെ അല്ലാഹു അതേ തറുപ്പിക്കാതെ സംരക്ഷിക്കുന്നവന്റെ പേരാണ് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹമാണ്. ആ പടച്ചവനെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കുമോ? അല്ലാഹുവിനെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ? കാണുന്നില്ലേ നിങ്ങള് പല്ലിയുടെ മുട്ട നിങ്ങൾ കണ്ടിട്ടില്ലേ? പല്ലിയുടെ മുട്ട നിങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ആ പല്ലിയുടെ മുട്ട ഒരു ദിവസം നിങ്ങൾ പൊട്ടിച്ച് കളഞ്ഞാൽ അത് വെറും വെള്ളം മാത്രമായിരിക്കും പല്ലിയുടെ മുട്ടയിലുണ്ടാകുന്നത്. 11 ദിവസം കഴിഞ്ഞിട്ട് ആ മുട്ടയെങ്ങാനും പൊട്ടിച്ചാൽ ആ മുട്ടയിൽ നിന്ന് വരുന്നത് പല്ലിയാണ്. ഈ വെള്ളം കൊണ്ടാണ് അല്ലാഹു തആല ആ പല്ലിയെ സൃഷ്ടിച്ചത്. ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഡിസ്കവറി ചാനൽ തുറന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് ചാനലുകൾ എടുത്തു നോക്കിയാൽ നമ്മൾ ആലോചിക്കണം, ഈ ഭൂമി ലോകത്ത് ലക്ഷക്കണക്കിന് വരുന്ന ജന്തുക്കളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു ഈ ഭൂമി ലോകത്ത് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ എടുത്തു നോക്കിയാൽ പടച്ചവനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അത് മാത്രം മതി. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അത് മാത്രം മതി. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നുള്ളത്. പണ്ട് കിഡ്നി എന്തെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എത്രയെത്ര കിഡ്നി പേഷ്യന്റുകളാണ് ക്രിയാറ്റിൻ അധികരിച്ച് നോർമൽ സ്റ്റേജിലെത്താതെ കണ്ണുകൾ വീർത്ത്, കവിളുകൾ വീർത്ത്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വീർത്തുകൊണ്ട് പ്രയാസപ്പെടുന്നു. മുക്കുമൂലകളിൽ തട്ടുകടകളെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് പടച്ച തമ്പുരാനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ഇത് വെറുതെ പറയല്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങള്, പടച്ചവൻ നൽകിയ ഓരോ അനുഗ്രഹത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. ഡയാലിസിസ് സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. രക്തം ഒരു ചുവന്ന ട്യൂബിലൂടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. രക്തത്തെ അതേ ക്രിയാറ്റിൻ 13-ലെത്തിയവൻ, 2 കിഡ്നി നഷ്ടപ്പെട്ടു പോയവൻ, ശ്വാസ തടസ്സം വരുന്നവൻ, ഡോക്ടർ പറയുന്നു 1 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ നീ കുടിക്കാൻ പാടില്ല. അതിനു മുമ്പ് നിനക്ക് എത്ര വേണമെങ്കിലും വെള്ളം കുടിച്ചാൽ പ്രശ്നമില്ല. വെള്ളം അധികരിച്ചാൽ ലെൻസിൽ വെള്ളം കയറിയാൽ പിന്നെ ശ്വാസ തടസ്സമാണ്, പിന്നെ നിൽക്കാൻ കഴിയില്ല, പിന്നെ ഇരിക്കാൻ കഴിയില്ല.
കിഡ്നി രോഗിയായാൽ പിന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോവുകയാണ്. എങ്കിൽ അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങളൊന്ന് ഓർക്കണേ. ഈ ദുനിയാവിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അല്ലാഹു പയറിന്റെ ആകൃതിയിലുള്ള 2 കിഡ്നി തന്നിട്ട് ഈ പ്രഭാഷണം ചെയ്യുന്ന അസ്റഫിയും ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാര്, ഇവിടത്തെ ഉമറാക്കള്, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ സമയത്തും നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെന്ററിലേക്കും നമ്മൾ പോയിട്ടില്ല, ഒരു കാശും നമ്മൾ കൊടുത്തിട്ടില്ല. അതേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഡയാലിസിന്റെ സമയമാകുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടലാണ്. ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന 25 വയസ്സുകാരാ, 30 വയസ്സുകാരാ, 40കാരാ, നീ ദുനിയാവിലേക്ക് വന്നത് മുതൽ തന്നെ അല്ലാഹു നിന്റെ ശരീരത്തിലുള്ള രക്തത്തിനെ അല്ലാഹു ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് സമയത്ത് നിങ്ങളൊന്ന് ഡയാലിസിസ് സെന്ററിലേക്ക് പോകുമോ, 4 മണിക്കൂറാണ് ഒരു രോഗിയെ അവിടെ കിടത്തുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടി? 3 ദിവസം ജീവൻ നിലനിർത്താൻ. വെറും 3 ദിവസം ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് സെന്ററിന്റെ അകത്ത് അതേ 4 മണിക്കൂറാണ് നിന്നെ കിടത്തുന്നത്. എന്നിട്ടോ നിനക്ക് അവിടെ എഴുന്നേറ്റ് പോകാൻ പറ്റൂല, മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റൂല. നിന്റെ ശരീരത്തെ നീ ഒതുക്കി കൊടുക്കണം. എത്ര ധീരതയുള്ളവനായിരുന്നു! മജ്ജ കാണിച്ചവനാണ്, മസിൽ കാണിച്ചവനാണ്, മറ്റുള്ളവന്റെ മുമ്പിൽ കൈ ചൂണ്ടിയിട്ട് സംസാരിച്ചവനാണ്. ഞാൻ നല്ല സ്ട്രെങ്ത് ഉണ്ടാ എന്ന് പറഞ്ഞവനാണ്. നീ ക്യാപ്റ്റൻ ആയിരുന്നു, നീ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. നിന്റെ ആരോഗ്യം കണ്ടിട്ട് മറ്റുള്ളവർ അസൂയ പിടിച്ചിരുന്നു. പക്ഷെ ഒരു നാള് നിന്റെ ശരീരം ശോഷിക്കാൻ തുടങ്ങി, നിനക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങി. ഈ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർമാര് പറയുന്നത് ക്രിയാറ്റിൻ നോർമൽ അല്ല, നിന്റെ ക്രിയാറ്റിന്റെ അളവ് കൂടിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുമ്പോ നല്ല ആരോഗ്യവാനായ 25കാരന് അവന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യാനാണ്? ഡയാലിസിസ് സമയത്ത് രക്തം ഒരു ചുവന്ന ട്യൂബിലൂടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. തുടർന്ന് ഒരു യന്ത്രത്തിലൂടെ കടത്തിയ ശേഷം അതൊരു നീല ട്യൂബിലൂടെ ശരീരത്തിൽ വീണ്ടും പ്രവേശിക്കുന്നു. ഒരു ഡയാലിസിസ് പ്രക്രിയ ഏകദേശം 4 മണിക്കൂർ നീണ്ടു നിൽക്കുകയാണ്. എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, രോഗി ആഴ്ചയിൽ 2-3 തവണ ഈ നടപടിക്രമം ആവർത്തിക്കണം. നേരെ മറിച്ച് വൃക്കകൾ ആരോഗ്യമുള്ളവരുടെ ശരീരത്തിൽ വേദനയില്ലാതെ പൂർണ്ണ വിശ്രമത്തോട് ഒരു ദിവസം 36 തവണ, ഒരു ദിവസം 36 തവണ ഇതേ പ്രക്രിയ യാന്ത്രികമായി നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിഅമത്തല്ലാഹി ലാ തഹ്സൂഹാ. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഈ അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ഈ അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കണേ. അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നൽകിയ ഒരു മൂത്രസഞ്ചിയുണ്ടല്ലോ, ഒരാൾക്കും കാണാൻ കഴിയാതെ വളരെ ഭദ്രമായി മറച്ചു വെച്ചിരിക്കുന്ന മൂത്രസഞ്ചി. ഈ മൂത്രസഞ്ചിക്കെങ്ങാനും ക്യാൻസർ രോഗം വന്നാൽ എന്ത് ചെയ്യും? ഡോക്ടർമാരത് മുറിച്ചു മാറ്റുകയാണ്. പിന്നെ എത്ര വലിയ ഹോസ്പിറ്റലിലായാലും നിനക്ക് തരുന്നത് വെറും ബാഗാണ്, മൂത്രത്തിന്റെ ബാഗാണ് നിനക്ക് തരുന്നത്. ഓരോ 20 സെക്കൻഡിലും നിന്റെ വൃക്കയുണ്ടല്ലോ, നിന്റെ കിഡ്നിയുണ്ടല്ലോ, ഒരു മൂത്രം ഒഴിക്കുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ. റമദാനിന്റെ കവാടം തുറന്നുകാൻ പോവുകയാണ്. റമദാനിന്റെ മന്ദമാരുതൻ അടിച്ചു വീശാൻ പോവുകയാണ്. റമദാനിന്റെ സുന്ദരമായ നാളുകൾ വരാൻ പോവുകയാണ്. ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പോയിട്ട് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പോലും നമുക്ക് ഉറപ്പില്ലെങ്കിൽ എന്ന്
കേൾക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും അവന്റെ ശരീരത്തെ കുറിച്ച് അറിഞ്ഞാൽ, അവന്റെ കണ്ണിനെ കുറിച്ച്, അവന്റെ കാതിനെ കുറിച്ച്, അവന്റെ മൂക്കിനെ കുറിച്ച്, അവന്റെ നാക്കിനെ കുറിച്ച്, അല്ലാഹ് കൊടുത്ത പല്ല്, അല്ലാഹ് കൊടുത്ത കയ്യ്, അല്ലാഹ് കൊടുത്ത ശരീരം, അല്ലാഹ് കൊടുത്ത വൃക്ക, ഇതിനെ കുറിച്ച് കൊണ്ട് മനുഷ്യനെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫഖദ് അറഫ റബ്ബ. അവന്റെ റബ്ബിനെ അവൻ അറിഞ്ഞിരിക്കുകയാണ്. അവൻ കാരുണ്യവാനാണ്, അവൻ കരുണാനിധിയാണ്, അവൻ സ്നേഹനിധിയാണ്. അവനാണ് ഈ താരാപഥങ്ങളെ സൃഷ്ടിച്ചത്, വാൽനക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്, കൊള്ളിമീനുകളെ സൃഷ്ടിച്ചത്, ഗാലക്സികളെ സൃഷ്ടിച്ചത്, ചിഹ്നം വിളിക്കുന്ന ആനകളെ സൃഷ്ടിച്ചത്, ഗർജിക്കുന്ന സിംഹങ്ങളെ സൃഷ്ടിച്ചത്, ചേതനാചേതന വസ്തുക്കളെ സൃഷ്ടിച്ചത്, തെരയിട്ടടിച്ച് കരയുന്ന കടലിന്റെ തെരൽമാലകളെ സൃഷ്ടിച്ചത് അവനാണ്. അവന്റെ പേരാണ് അല്ലാഹ്. അവൻ കൃപാലുവാണ്. 5 നേരം പടച്ചോന്റെ പള്ളിയിൽ പോയിട്ട് നീ പറയുന്നതും അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ അല്ലാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. പണത്തിന്റെ ഹുങ്ക് കൊണ്ട് റബ്ബിനെ മറക്കല്ല പൊന്നുമോനെ. ആരോഗ്യത്തിന്റെ അഹങ്കാരം കൊണ്ട് അല്ലാഹനെ മറക്കല്ലേ. ജോലിയുടെ അഹങ്കാരം കൊണ്ട് അല്ലാഹനെ മറക്കല്ലേ. എപ്പോഴാണ് ശരീരത്തിലേക്ക് രോഗം കടന്നു വരുന്നതെന്നറിയില്ല. എപ്പോഴാണ് നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നതെന്നറിയില്ല. എപ്പോഴാണ് നീ തകർന്നു പോകുന്നതെന്നറിയില്ല. ഏറ്റവും വലിയ ജനാധിപത്യമായ ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ദി പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ മണ്ണിൽ എന്റെ മുസ്ലിമേ നിനക്ക് സുരക്ഷയെ കുറിച്ച് പറയാൻ കഴിയുമോ? എവിടേക്കാണ് ഈ നാട് പോകുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൃഗത്തിന് പോലും അക്ബർ എന്ന് പേരിട്ടിട്ട്, മറ്റൊരു മൃഗത്തിന് സീത എന്ന് പേരിട്ടിട്ട്, ഒരു കൂട്ടിന്റെ അകത്ത് 2 സിംഹങ്ങളെ കൊണ്ടുപോയി വെച്ചിട്ട് വർഗീയതയുണ്ടാകുമെന്ന് പറഞ്ഞ് കോടതി പോലും ഇടപെടുമ്പോ എന്താണ് ഈ മൃഗത്തിൽ വർഗീയതയുള്ളത്? എന്റെ പ്രിയപ്പെട്ടവര്, രാമന്റെ പേര് പറഞ്ഞ് റഹ്മാന്റെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയതയുടെ പിന്തിരിപ്പൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഉണ്ടാക്കിയ മതേതരത്വങ്ങള്, ഉണ്ടാക്കിയ സ്നേഹങ്ങള്, ഉണ്ടാക്കിയ സന്തോഷങ്ങള് എല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസൽമാന് 2ാം പൗരനാക്കി മാറ്റാനുള്ള കുതന്ത്രമായ അതേ ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കുമ്പോ മുസ്ലിമേ നീ ചിന്തിക്കുന്നത് എന്താണ്? 6 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന കല്യാണത്തിന് പെണ്ണെ ഏത് ഡ്രസ് കോഡ് ഉണ്ടാക്കണമെന്നാണ് നീ ചിന്തിക്കുന്നത്? അടുത്ത വർഷത്തെ നബിദിനത്തിൽ ഏത് ഡ്രസ് കോഡ് വേണമെന്നാണ് നീ ചിന്തിക്കുന്നത്? പക്ഷെ നമ്മുടെ അസ്തിത്വം ഇവിടെ തകരാൻ പോവുകയാണ്. ഇന്ന് ഫലസ്തീനാണെങ്കിൽ നാളെ ഇന്ത്യയായിരിക്കില്ലേ എന്റെ പ്രിയപ്പെട്ടവര്? നമ്മുടെ പ്രിയപ്പെട്ട പൂർവികന്മാര് ചോര കൊടുത്ത്, മജ്ജ കൊടുത്ത്, മാംസം കൊടുത്ത്, എല്ല് കൊടുത്തുകൊണ്ട് അതേ ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയുടെ മണ്ണിൽ സ്വാതന്ത്ര്യം തരണമെന്ന് 5ാമൻ ജോർജിന്റെ വട്ട സമ്മേളനത്തിൽ മിസ്റ്റർ ജോർജ് എന്ന് വിളിച്ചു പറഞ്ഞ മഹാനായ മൗലാന മുഹമ്മദ് അലിയുടെ, ഷൗക്കത്ത് അലിയുടെ, ലിയാഖത്ത് അലിയുടെ അനുയായികളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ലാഹുവിനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. ഈ മൂത്രസഞ്ചിയെങ്കില് അതിന് രോഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാര് എടുത്തു മാറ്റുകയാണ്. ഓരോ 20 സെക്കൻഡിലും വൃക്കയുണ്ടല്ലോ, കിഡ്നിയുണ്ടല്ലോ, ഒരു തുള്ളി മൂത്രം ഒഴിക്കുന്നു. ഈ തുള്ളികൾ മൂത്രസഞ്ചിയില് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, യൂറിനറിയില്, ബ്ലഡറിലെ കൊണ്ടുപോയി മൂത്രസഞ്ചിയിൽ കൊണ്ടുപോയി ശേഖരിക്കപ്പെടുകയാണ്. അങ്ങനെ അത് നിറയുമ്പോൾ ആ വ്യക്തിക്ക് സ്വയം തന്നെ മൂത്രശങ്ക വരുന്നു, എഴുന്നേൽക്കുന്നു, മൂത്രമൊഴിക്കുന്നു. എന്തൊരു അനുഗ്രഹമാണ് അല്ലാഹു നൽകിയത്. നമ്മൾ വെള്ളം
വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ 20 സെക്കൻഡിലോ ഓരോ 20 സെക്കൻഡിലോ ഒരു തുള്ളി മൂത്രം ഇതാ മൂത്രസഞ്ചിയിലിറ്റ് വീഴുകയാണ്. ആ മൂത്രസഞ്ചിയിലെ മൂത്രം നിറയുമ്പോൾ പടച്ചവൻ നമ്മുടെ തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് നൽകുകയാണ്. വല്ലാത്തൊരു മെസ്സേജാണ്. എന്താണ് ആ മെസ്സേജ് എന്നറിയുമോ? മൂത്രമൊഴിക്കാൻ സമയമായിട്ടുണ്ട്, മൂത്രമൊഴിക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷേ ഈ മൂത്രസഞ്ചി എങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിന്റെ തലയിലേക്ക് ആ മെസ്സേജ് വരുന്നില്ല. ഈ മൂത്രസഞ്ചി ആയിരുന്നുവെങ്കിൽ ഒരു വ്യക്തിക്ക് തുടർച്ചയായി മണിക്കൂറുകളോളം ഒരിടത്ത് താമസിക്കാൻ കഴിയില്ല. ഓരോ 20 സെക്കൻഡിലും മൂത്രമൊഴിവാക്കാൻ പോകേണ്ടി വരുമായിരുന്നു. ഈ മൂത്രസഞ്ചിക്ക് ക്യാൻസർ വന്ന ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ സർജറി ചെയ്ത് ഇത് നീക്കം ചെയ്യേണ്ടി വരുന്ന പകരം ഡോക്ടർമാര് അവിടെ കൃത്രിമ മൂത്രസഞ്ചി ഘടിപ്പിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ അദ്ദേഹത്തോട് പറയും, അല്ലാഹു നൽകിയ മൂത്രസഞ്ചി ഉണ്ടായിരുന്ന സമയം അത് നിറയുമ്പോൾ നിനക്കത് അനുഭവപ്പെടുകയും എഴുന്നേൽക്കുമ്പോൾ ചെയ്യുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ കൃത്രിമ മൂത്രസഞ്ചി ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂത്രശങ്ക അനുഭവപ്പെടില്ല. അതിനാൽ നിങ്ങൾ പകല് അല്ലെങ്കിൽ രാത്രിയിലെ ഓരോ മണിക്കൂറിലും മൂത്രം ഒഴിവാക്കാൻ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ അത് ശരീരത്തിനുള്ളിൽ വെച്ച് പൊട്ടി ഒലിച്ച് മരണം പോലും സംഭവിക്കേണ്ടി വരും. ഇവിടെയാണ് പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് കടന്നു വരേണ്ടത്. ഇവിടെയാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഈ സദസ്സിൽ വെച്ച് ഓർക്കുക, അല്ലാഹുവിനെ ഈ സദസ്സിൽ വെച്ച് ഓർക്കുക. അല്ലാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴാണ് നമ്മളിലേക്ക് രോഗം കടന്നു വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ല. പണം കൊണ്ട് അഹങ്കരിക്കണ്ട മോനെ, സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കണ്ട പെണ്ണേ. നിന്റെ ശരീരത്തിന്റെ മാദകത്വം തുളമ്പുന്ന ഭാഗങ്ങളെ കാട്ടിയിട്ട് നീ അഹങ്കരിക്കണ്ട. ഒരൽപ്പം എഡ്യൂക്കേറ്റഡ് ഉണ്ടെന്ന് കരുതി, ഒരൽപ്പം വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതിയിട്ട് റിവിലിസത്തിന്റെ പിറകിൽ പോകുന്നവർ ചാനലിന്റെ പിറകിൽ പോയിട്ട് പരിശുദ്ധമായ ദീനിനെ പരിഹസിക്കുന്ന പെണ്ണ്, ഒന്നാലോചിച്ചു നോക്കണം. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞാൽ ഒന്ന് ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഒന്നും ഉണ്ടാകില്ല. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവര്, ഈ അശ്റഫി പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പടച്ചോനോട് ദുആ ചെയ്തവരല്ലേ? ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരല്ലേ? നമ്മളൊക്കെ ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതേ കരങ്ങളും മുഷ്ടികൾ ചുരുട്ടിയവരല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, കിടക്കാൻ കിടപ്പാടമില്ലാതെ, തലയണയില്ലാതെ, ഒരു കീറത്തുണി പോലും ഇല്ലാതെ മണ്ണിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഫലസ്തീന്റെ മക്കള്, അവരെ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കുന്നത്? റൊട്ടി കഷണമില്ല, പൊട്ടിപ്പൊളിഞ്ഞ ശരീരമാണ്, ചോര ഒഴുകുന്ന ശരീരമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, റൊട്ടിയുടെ കഷണം പോലും ഇല്ലാതെ അവര് കാണുന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവര്, റിസോർട്ടല്ല അവര് കാണുന്നത്, തെരയിടിച്ച് കരയുന്ന കടലിന്റെ തെരൽമാലയല്ല അവര് കാണുന്നത്. നൊന്ത് പറ്റ ഉമ്മാന്റെ പള്ളയിലേക്ക് വെടിയുണ്ടകൾ വന്നിട്ട് ആ പള്ളകൾ പൊട്ടിത്തെറിച്ചിട്ട് ഒഴുകുന്ന ചോര കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഫലസ്തീനിന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെയാണ് ഇന്ത്യൻ മുസ്ലിമേ, കേരളത്തിലെ മുസ്ലിമേ, കാസർഗോഡ് ജില്ലയിലെ ഈ മുട്ടത്തൊടിയിലെ ഈ മസ്ജിദിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പ്രഭാഷണം കേൾക്കുന്ന മുന്നില്, നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവര്, ആ ഫലസ്തീനിന്റെ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നമ്മളല്ലേ സിന്ദാബാദ് വിളിച്ചിട്ട് ക്ഷീണം തീർക്കാൻ വേണ്ടി പെപ്സി കുടിച്ചത്, 7up കുടിച്ചത്? ആരുടേതാണെന്നറിയുമോ? നമ്മൾ കൊടുക്കുന്ന ഓരോ നാണയ
നാണയത്തൊട്ടുണ്ടല്ലോ, അമേരിക്കക്കാരന്റെ ഉൽപ്പന്നമാണ് പെപ്സി എങ്കില്, സെവനപ്പെങ്കില്, കടകളിൽ വരുന്ന ജൂതന്മാരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന 10 രൂപയോ നമ്മൾ കൊടുക്കുന്ന 100 രൂപയും അത് ശേഖരിച്ചുകൊണ്ട് അത് ബോംബുകൾ ഉണ്ടാക്കിയിട്ട് പിറന്നു വീണ മണ്ണിന്റെ മാറിടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്ത ശുദ്ധവായു പോലും ശ്വസിക്കാൻ കഴിയാതെ നൊന്തുപറ്റ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് പിടഞ്ഞു മരിക്കുന്ന മക്കളെ കൊല്ലാൻ നമ്മളാണ് കാശ് കൊടുക്കുന്നത്. ഇത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകില്ല. എന്റെ വീട്ടിൽ ഞാൻ പെപ്സി വാങ്ങാറില്ല, സെവനപ്പ് വാങ്ങാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ദീന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും പൊരുത്തപ്പെട്ടു തരുന്ന ഹദിയായിരിക്കാം. അതുകൊണ്ട് പോയിട്ട് അതേ അമേരിക്കക്കാരന്റെ വെള്ളം വാങ്ങിയിട്ട് അത് മക്കളെ കുടിപ്പിക്കുമ്പോ ചുണ്ടത്ത് വെക്കുമ്പോ കടന്നു വരണേ ഫലസ്തീനിന്റെ മക്കള്. നിങ്ങൾ കണ്ടതല്ലേ, കൈകാലുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റല് പോലും ഇല്ലാതെ പിടഞ്ഞവര്. അവരുടെ മുമ്പിൽ പള്ളികളില്ല, നഷ്ടപ്പെട്ടു. മദ്രസകളില്ല, സ്കൂളുകളില്ല, കുടുംബക്കാരില്ല, ഉപ്പയില്ല, ഉമ്മയില്ല. നിരപരാധികളായ മക്കളാണ് അവിടെ പിടഞ്ഞു വീഴുന്നതെങ്കിൽ എന്നെ ഏറെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട് ചെറുപ്പക്കാരാ. എന്താണെന്നറിയുമോ? ഫലസ്തീനിന്റെ മക്കളെ കുറിച്ച് പറയുമ്പോ ഏറെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട്. രാവിലെ സ്കൂൾ തുറക്കുകയാണ്, സ്കൂളിലേക്ക് ഒരു സ്റ്റുഡന്റും വന്നിട്ടില്ല. ടീച്ചർ കാത്തു നിൽക്കുകയാണ് ഹാജർ വിളിക്കാൻ, ഒരാളുമില്ല. 10-40ഓളം വരുന്ന കുട്ടികൾ പഠിക്കേണ്ട സ്കൂളിൽ ഒരാളുമില്ല. സമയമായിട്ടും ഒരാളും വന്നിട്ടില്ല. എങ്ങനെയാണ് ആ സ്കൂളിലേക്ക് വരേണ്ടതെന്നറിയുമോ? അന്ന് ഹാജരാകണ്ട, അറ്റൻഡ് ആകണ്ട ആ മുഴുവൻ കുട്ടികളോ ഖബർസ്ഥാനിൽ കിടക്കുകയാണ്. ഇവിടെയാണ് പടച്ചവൻ നൽകിയ അനുഗ്രഹത്തെ ഓർക്കേണ്ടത്. ഒരു പോലീസിന്റെ പട്ടാളത്തിന്റെ നിയന്ത്രണമില്ലാതെ ഇന്ത്യൻ മണ്ണിൽ നമുക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നറിയില്ല. അതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നമ്മളും എടുത്തുകൊണ്ട് പക്ഷാതാപബോധത്തോടെ റബ്ബിലേക്ക് എടുത്താൽ ഫദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർത്താൽ അത് കുറുക്കും നിങ്ങളെ ഞാൻ ഓർക്കുന്നതാണ്. അതാണ് ഞാൻ ഓതി വെച്ച ഹദീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൻ അഹബ്ബ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം, പടച്ചോന്റെ പൊരുത്തം കിട്ടണമെന്ന ചിന്തയെ ഉണ്ടാകാൻ പാടുള്ളൂ. മൻ അഹബ്ബ ലില്ലാഹ് വെറുക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടാകണം. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅതാ ലില്ലാഹ്, കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടാകണം. പടച്ചോന്റെ അടുത്ത് എനിക്ക് കൃത്യം കിട്ടണം, അല്ലാഹുവിന്റെ പൊരുത്തം എനിക്ക് കിട്ടണോ. വഅബ്ഗദ ലില്ലാഹ് വഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ്, കൊടുക്കാത്തത് അല്ലാഹുവിന് വേണ്ടിയിട്ടാകണം. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിച്ചതെങ്കിൽ അവന്റെ ഈമാൻ പെർഫെക്റ്റായെന്ന്, അവന്റെ ഈമാൻ പെർഫെക്റ്റായെന്ന് വിശ്വസ്നേഹത്തിന്റെ പ്രവാഹം, ആത്മീയ ചൈതന്യത്തിന്റെ വന്യഗുരു, മാനുഷികത്തിന്റെ മഹാചാര്യർ, വേദനാദങ്ങളുടെ സരതരംഗമുണർത്താൻ അല്ലാഹു നിയോഗിച്ച രാഗശില്പി, ലോക മുസൽമാന്റെ നെഞ്ചിലെ ചോരയായ, ചങ്കിലെ ചോരയായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മള് അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടണം, പടച്ചവന് വേണ്ടിയിട്ടായിരിക്കണം അല്ലേ? നമ്മളിപ്പോ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട്? നോമ്പ് നോക്കുന്നതിനാ, നിസ്കരിക്കുന്നതിനാ, സക്കാത്ത് കൊടുക്കുന്നതിനാ, ഹജ്ജ് ചെയ്യുന്നതിനാ? എന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്ന? എന്തിനു വേണ്ടിയിട്ടാ? കൂടെ ഇല്ലേ? എന്താ ഉണ്ടാത്ത പറയുന്ന മനസ്സിലാകുന്നില്ല? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്?
എന്തിനു വേണ്ടിയിട്ടാണ്? ചില ആളുകൾ പറയും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നമസ്കരിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ഓളങ്ങളിലൂടെ കടന്നു വരേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തി, പടച്ചവന്റെ പൊരുത്തം കിട്ടണം. അല്ലാഹുവിന്റെ പൊരുത്തം ഇല്ലാതെ പിന്നെ ഒരാളെ പൊരുത്തം കിട്ടിയിട്ട് കാര്യമില്ല. പടച്ചവന്റെ പൊരുത്തം കാണണം. അഥറുകളിൽ കാണാം, സഹാബാക്കൾ പഠിപ്പിച്ച ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആബിദായ മനുഷ്യൻ 24 മണിക്കൂർ 24 അവേഴ്സ് പടച്ച തമ്പുരാൻ ഇബാദത്ത് ചെയ്ത നല്ലൊരു മനുഷ്യൻ ജീവിതത്തിന്റെ നികല മേഖലകളിൽ അല്ലാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിച്ച മനുഷ്യൻ ദീർഘകാലം. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്, ഖൈറുൻ ജനങ്ങളിൽ നല്ലവനാരാണെന്നറിയോ? ഈ ദുനിയാവിൽ കുറെ കാലം ജീവിച്ചു, കൂടെ എന്തുണ്ട്? അമലുണ്ട്. 100 വയസ്സായിട്ട് സെഞ്ചുറി കഴിഞ്ഞു എന്നൊക്കെ ഗുണമില്ല. അതിന്റെ കൂടെ എന്ത് വേണം? ഒരുപാട് നല്ല നല്ല അമലുകള്. വെറും ആയുസ് കൂടിയിട്ട് കാര്യമില്ല, അത് മോശമാണ്. ജീവിതത്തിന്റെ അന്ത്യം വരെ അമലുകൾ വേണം. ജനങ്ങളിൽ മോശമായവനാരാണെന്നറിയോ? കാലം പഠിച്ചവന്റെ ദുനിയാവ് ജീവിച്ചു, പക്ഷേ ആള് പ്രവർത്തനങ്ങളാണ്. ആള് ബെറ്റർ അല്ല, പ്രവർത്തനങ്ങൾ വളരെ മോശമാണൊന്നുമില്ല, സീറോയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബാക്കളുടെ കാലഘട്ട സഹാബാക്കളുടെ അഥറുകളിലെ ഒരു ചരിത്രം കാണാൻ കഴിയുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ കഥ സഹാബി പഠിപ്പിക്കുകയാണ്. അയാൾ മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ അല്ലാഹു തആല വീണ്ടും ജീവൻ നൽകി. മരിച്ച ആൾക്ക് ജീവൻ നൽകിയിട്ട് അയാൾ അല്ലാഹുവിന് വേണ്ടി പുഞ്ചിരിച്ചത്, അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചത്, അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റത്, അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾ, ഹസനാത്തുകൾ, സുകൃതങ്ങളെല്ലാം അല്ലാഹു വെളിവാക്കി കൊടുക്കുകയാണ്. മരണപ്പെട്ടവനെ വീണ്ടും ഹയാത്താക്കിയപ്പോൾ അയാളെ മുമ്പിൽ കാണുന്നത് പർവ്വതത്തിന്റെ സമാനമായ ചെയ്ത ഇബാദത്താണ്. മനസ്സിൽ വല്ലാത്ത സന്തോഷം ഇങ്ങനെയുണ്ടല്ലോ. ഞാൻ ചെയ്ത ഇബാദത്തുകളൊക്കെ ഇങ്ങനെ കാണുമ്പോ വല്ലാത്ത സന്തോഷമായിരിക്കും. എന്നിട്ട് പടച്ചവൻ ചോദിച്ചു, ഈ ഇബാദത്തിന് പകരമായിട്ടാണോ നിനക്ക് സ്വർഗം വേണ്ടത്? അല്ല, എന്റെ റഹ്മത്ത് കൊണ്ടാണോ, എന്റെ കരുണ കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞതെന്താണെന്നറിയുമോ? പർവ്വതത്തോട് സമാനമായി കിടക്കുന്ന അമല് കണ്ട സന്തോഷത്തിൽ ആ മനുഷ്യൻ പടച്ചോനോട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഇബാദത്ത് കൊണ്ട് എനിക്ക് സ്വർഗം തരണോ? ഞാൻ ഒരുപാട് കാലം അധ്വാനിച്ചതാണ്, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് എടുത്ത അമലുകളാണ്. ഈ അമലുകൾക്ക് പകരമായി എനിക്ക് സ്വർഗം തരണമെന്ന് പറഞ്ഞു. റഹ്മത്ത് കൊണ്ടല്ല, ഞാൻ ചെയ്ത അമലിന് സ്വർഗം തരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ഒരു തുലാസ് കൊണ്ടുവരാൻ പറയാൻ. ശ്രദ്ധിക്കണേ, ഒരു തുലാസ് കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ തുലാസ് കൊണ്ടുവന്നിട്ട് ആ തുലാസിൽ അയാളുടെ പർവ്വതത്തോട് സമാനമായ അമല് വെക്കുകയാ. പർവ്വതത്തോട് സമാനമായ അമല് വെക്കുകയാണ്. ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, പർവ്വതത്തോട് സമാനമായ ഇബാദത്ത് അയാളുടെ ഒരു തുലാസിൽ വെച്ചിട്ട് ആ മനുഷ്യന്റെ 2 കണ്ണ് അല്ലാഹു മറ്റു തുലാസിൽ വെക്കുകയാണ്. അങ്ങനെ ഈ തുലാസ് തൂക്കുകയാണ്. പർവ്വതത്തോളം സമാനമായ ഇബാദത്ത് ഒരു ത്രാസിൽ വെച്ചിട്ട് അല്ലാഹു അയാൾക്ക് കൊടുത്ത 2 കണ്ണ് മറ്റൊരു തുലാസിൽ വെച്ചപ്പോൾ തുലാസ് താണ് പോയത് കണ്ണ് വെച്ച തുലാസാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഇയാള് പശ്ചാത്തപിക്കുകയാണ്. പടച്ചോനോട് ബേജാറ് പറയുകയാണ്, അല്ലാഹ് നിന്റെ റഹ്മത്ത്
റഹ്മത്ത് കൊണ്ട് നീ എന്നെ സ്വർഗ്ഗത്തിൽ കടത്തണേ. കാരണം അല്ലാഹ് തന്ന കണ്ണിന് പകരമാകില്ല. നീ 100 വർഷം ചെയ്ത ഇബാദത്ത് അല്ലാഹ് നൽകിയ ഈ മുടിനാരിന് പകരമാകില്ല. അല്ലാഹു നൽകിയ മൂക്കിന് പകരമാകില്ല. അല്ലാഹു നൽകിയ ശരീരത്തിന്റെ അകത്തുള്ള അത്ഭുതകരമായ മിശേലുകൾക്ക് പകരമാകില്ല. ഇവിടെയാണ് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹ് പറഞ്ഞതെന്നറിയുമോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അല്ലാഹ് മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത് നന്ദി കെട്ടവനാണ്. നന്ദി കെട്ടവനായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു നമുക്ക് നൽകിയതിനെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടോ? റബ്ബ് നൽകിയ ആരോഗ്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള കാലത്ത് അല്ലാഹുവിലേക്ക് നമ്മൾ നല്ലോണം എടുക്കണേ. നാളെയാവട്ടെ, ഒരു 40 ആവട്ടെ, ഒരു 50 ആവട്ടെ എന്ന് ചിന്തിച്ചു പോകല്ല. 25 വയസ്സുള്ള ആവേശമുള്ള തന്റെ ഇടമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നിന്റെ യൗവനത്തിൽ നീ ചെയ്യുന്ന ഇബാദത്തിനെക്കാളും പുണ്യ പ്രായമുള്ള സമയത്ത് അതിന് കിട്ടൂല. കാരണം പ്രായമുള്ള സമയത്ത് അല്ലാഹുവോട് നിനക്ക് ഒഴി കഴിവുകൾ പറയാ. പടച്ചോ നിനക്ക് വിടുതരും, വിടുതി തരും. പക്ഷേ നിന്റെ യൗവന കാലത്തുള്ള ആരോഗ്യകാലത്ത് നീ ഖുർആൻ ഓതിയില്ലെങ്കിൽ എപ്പോഴാണ് രോഗം കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ ചെറുപ്പക്കാര് രോഗികളാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ ഇത് പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ഞാൻ കാഞ്ഞങ്ങാട് ആവീർ എന്ന സ്ഥലത്ത് പ്രഭാഷണം ചെയ്യാൻ പോയപ്പോ അവിടുന്ന് എന്നോട് പറഞ്ഞതൊരു ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യാനാണ്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, ഒരു പ്രയാസവുമില്ലാത്ത ചെറുപ്പക്കാരനാണ്. സ്വന്തം ഉമ്മയെ കൂട്ടിയിട്ട് ഉംറക്ക് പോകാൻ ഒരുങ്ങിയ ചെറുപ്പക്കാരന്. ആ ചെറുപ്പക്കാരന് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു അസ്വസ്ഥത കടന്നു വന്നു. യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരന് ടെസ്റ്റ് ചെയ്തപ്പോ തലയിൽ ട്യൂമറാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ എത്രയെത്ര സംഭവങ്ങളാണ്. ട്യൂമർ വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ട്യൂമർ വന്നവരുണ്ട്. എത്ര ചെറുപ്പക്കാരാണ് ക്യാൻസർ പിടിച്ച ചെറുപ്പക്കാർ, കിഡ്നി നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ, ഡോക്ടർമാര് പരാജയപ്പെട്ട രോഗങ്ങൾ വന്നിട്ട് മരണപ്പെട്ട ചെറുപ്പക്കാരുടെ ഖബർസ്ഥാനില്ലേ, അവരുടെ ഖബറുകളില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പൊന്നുപോലെ കുറച്ച് കഴിയട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയോ, ഇന്നും കാസർഗോഡ് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, മജീഷ്യൻ മുതുകാട്. അയാള് ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കാനുള്ള കാരണം പറഞ്ഞത്, എല്ലാ മാജിക്കുകളും മാറ്റിവെച്ചിട്ട് എല്ലാം നിർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സമ്പാദിച്ച ഭിന്നശേഷികളുള്ള മന്ദബുദ്ധികളുള്ള മക്കളെ സംരക്ഷിക്കാൻ അയാൾ ഒരുങ്ങാൻ പറഞ്ഞ കാരണം, ഒരു കാസർഗോഡ് ജില്ലയിൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഒരു വീട്ടിൽ പോകേണ്ടി വന്നു. ആ വീട്ടിലെ അവസ്ഥയാണ് പറഞ്ഞത്. 35 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. കിടന്ന കിടപ്പാണ്. എന്റെ അല്ലാതെ വൈറ്റ് വന്ന ചെറുപ്പക്കാരന്, കിടന്ന ചെറുപ്പക്കാരൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ചെരിയാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ആ ചെറുപ്പക്കാരന് കൈകൊണ്ട് ഭക്ഷണം ഉരുളയാക്കിയിട്ട് വായയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ കടന്ന കിടപ്പിലായ ചെറുപ്പക്കാരന്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുമോ? ആ ചെറുപ്പക്കാരന് ഒരു ഉരുള ഭക്ഷണം കൊടുക്കണമെങ്കിൽ 9.5 മാസക്കാലം വയറ്റിലിട്ടോ ആ ചെറുപ്പക്കാരന്റെ ഉമ്മ ഒരു ഉരുള ഭക്ഷണം എടുത്തിട്ട് വായയിലിട്ടിട്ട് ചവക്കണത്രേ.
ഉമ്മ വായയിലിട്ടിട്ട് ചവച്ച് 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 അത് സ്മൂത്താക്കി, അത് സോഫ്റ്റാക്കി, അത് അരച്ചെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ആ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ വായയിലേക്ക് ഇട്ട് കൊടുത്താല് ആ ഭക്ഷണം ശരീരത്തിന്റെ അകത്ത് പോവുകയുള്ളൂ. ഇവിടെയാണ് പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ മഹാനായ ഫളിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വഅൻ അബിൽ ഫളിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ശൈആ, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം നബിയേ, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം നബിയേ. എന്തിനാണെന്നറിയോ? അസ്അലുഹുല്ലാഹ തആല, പടച്ചവനോട് ചോദിക്കാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണേ. അല്ലാഹുവിനോട് ചോദിക്കാൻ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? എന്താണ് പറഞ്ഞതെന്നറിയോ? സല്ലല്ലാഹുൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ആരോഗ്യത്തെ ചോദിച്ചോ എന്നാണ്. പടച്ചോനോട് ആരോഗ്യത്തെ ചോദിച്ചോ എന്നാണ്. അല്ലാഹുവിനോട് എനിക്ക് ചോദിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചോ എന്നാണ്. ആരോഗ്യം ചില്ലറ വിഷയമല്ല, ആരോഗ്യം ചില്ലറ വിഷയമല്ല. അത് അനുഗ്രഹമാണ്, അത് അനുഗ്രഹമാണ്, അത് പടച്ചവൻ തന്ന നിഅമത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തുണ്ടായിട്ടെന്ത്? നിങ്ങൾ കാണുന്നില്ലേ? വലിയ വീടാണ്, 50 ലക്ഷത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് അതേ മർസിഡീസ് വണ്ടിയുണ്ട്, ബെൻസ് ഉണ്ട്, ഓഡിയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ വലിയ വലിയ വാഹനങ്ങളുണ്ട്. പക്ഷെ ആ വീട്ടുകാരൻ യാത്ര ചെയ്യുന്നത് ആംബുലൻസിലാണ്. നടക്കാൻ പറ്റൂല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വീൽ ചെയർ വേണോ? അതിൽ നിന്നെടുത്തിട്ട് ആംബുലൻസിൽ, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു നൽകിയ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ആരോഗ്യമില്ലാതെ വാഹനം ഉണ്ടായിട്ടെന്ത്? ഈ ആരോഗ്യമില്ലാതെ വീടുണ്ടായിട്ടെന്ത്? ഈ ആരോഗ്യമില്ലാതെ സുമുഖിയായ ഭാര്യ ഉണ്ടായിട്ടെന്ത്? ഈ ആരോഗ്യമില്ലാതെ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടെന്ത്? അല്ലാഹു തആല അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, എന്റെ റബ്ബിനോട് ചോദിക്കാൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹുൽ ആഫിയ, പടച്ചോനോട് ആഫിയത്തിനെ ചോദിച്ചോ. ഫമകസ്തു അയ്യാമ, അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കാണുകയാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു. വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ ചോദിച്ചു, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. പിന്നെയും വരികയാണ്. കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിച്ചത് എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ശൈഅൻ, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണേ നബിയേ. അസ്അലുഹുല്ലാഹു തആല, അല്ലാഹുവിനോട് ചോദിക്കാൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണേ. ഖാലലി, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ്, കുറെ ദിവസം കഴിഞ്ഞിട്ടോ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചപ്പോൾ മാറ്റമില്ലാതെ പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? സല്ലല്ലാഹുൽ ആഫിയ, പടച്ചവനോട് ആഫിയത്തിനെ ചോദിച്ചോ. അല്ലാഹുവിനോട്
അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചോ? ദുനിയാവിലും ആഖിറത്തിലോ പടച്ചവനോട് ആഫിയത്തിനെ ചോദിച്ചോ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, MDMA-യുടെ അടിമയായി, ലഹരിയുടെ അടിമകളായി, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ താന്തോനിവാസത്തിന്റെ അടിമയായിട്ട് നിന്റെ യൗവനം നീ തകർത്ത് കളയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാസർഗോഡ് ജില്ലയിൽ പടച്ചവൻ നൽകിയ ചെറുപ്പക്കാര് അവർ ആരോഗ്യവാന്മാരാണ്. പക്ഷേ എത്ര ചെറുപ്പക്കാരാണ് അൾസിമേഴ്സ് പിടിച്ചിട്ട്, മറവി രോഗം പിടിച്ചിട്ട് മെന്റൽ ഹോസ്പിറ്റലിലാണ്. എത്ര കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരാണ് ലഹരികൾക്ക് അടിമയായിട്ട്. അവർക്ക് ഭാര്യയെ കണ്ടുകൂടാ, ദേഷ്യം വരികയാണ്, ഉമ്മയെ കണ്ടുകൂടാ. 9.5 മാസക്കാലം വയറ്റിലിട്ട പ്രിയപ്പെട്ട പൊന്നുമ്മ, അമ്മ നിനക്ക് വേണ്ടിട്ടടാ ഉറക്കൊഴിഞ്ഞത്. ആ ഉമ്മാന്റെ അമൃത കുംഭങ്ങളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന മധുരമാർന്ന പാല് കുടിച്ചിട്ടടാ നിനക്ക് അല്ലാഹ് ആരോഗ്യം നൽകിയത്. നീ ഏത് 2 മണിയായാൽ 3 മണിയായാൽ വീട്ടിൽ അതേ ഉറക്കൊഴിഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരു കാവൽക്കാരി ഉണ്ടെങ്കിൽ അത് നിന്റെ ഉമ്മയാണ്. അതേ നിന്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ഉപ്പയാണ് നിന്റെ വീട്ടിലെ ജഡ്ജി എങ്കിൽ നിനക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണ് നിന്റെ ഉമ്മ. നിന്റെ കണ്ണ് നിറയുമ്പോൾ നിന്റെ ഉമ്മാന്റെ കണ്ണ് നിറയാറില്ലേ? നിനക്കൊരു പനി പിടിക്കുമ്പോ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. ഉമ്മക്കറിയാം പ്രസവത്തിന്റെ വേദന, ഉമ്മക്കറിയാം നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞതിന്റെ കഷ്ടപ്പാടുകള്. ഒന്ന് വീട്ടിൽ പോയിട്ട് ചോദിക്കണേ ചെറുപ്പക്കാരാ, ഉമ്മ നിങ്ങൾ സുന്ദരിയായിരുന്നല്ലോ ഉമ്മ, ഉമ്മ നിങ്ങൾ സുന്ദരിയായിരുന്നല്ലോ ഉമ്മ, എന്തേ ഇത്ര പെട്ടെന്ന് മുഖത്ത് വാർദ്ധക്യത്തിന്റെ കുത്ത് വീണത്? ഉമ്മാന്റെ തലയിലെ മുടി നിരച്ചു പോയത്? ആ ഉമ്മാക്കൊരു മറുപടിയേ ഉള്ളൂ, മോനെ നിനക്ക് വേണ്ടിട്ടാണ്, നിനക്ക് വേണ്ടിട്ടാണ്. അങ്ങനെയുള്ള ഉമ്മയെ പോലും ലഹരിയുടെ അടിമയായി കടന്നു വന്നിട്ട് 9.5 മാസക്കാലം നീ സുഖമായി ഒന്നും അറിയാതെ കിടന്ന നിന്റെ ആദ്യത്തെ വീടായ ഉമ്മയുടെ പള്ളയിലേക്ക് ചവിട്ടിയിട്ട് വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ, മദ്യത്തിന്റെ അടിമകളാണ്. എന്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട SSLC പഠിക്കുന്ന പെണ്ണ്, +2 പഠിക്കുന്ന പെണ്ണ്, PGക്ക് പോകുന്നവള്, BComന് പോകുന്നവള്, PhDക്ക് പോകുന്നവള്, ഒന്ന് ആലോചിച്ചു നോക്കണേ. ക്യാമ്പസിന്റെ അകത്തുള്ള കൂട്ടുകെട്ടിൽ അടിമയായിട്ട് എത്ര മുസ്ലിം പെണ്ണാണ് ഇന്ന് ലഹരിക്കടിമയായി മാറിയിട്ടുള്ളത്? പണ്ട് ചെറുപ്പക്കാരന്റെ കഥയാണെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ചിരുന്നു കൊണ്ട് ഇരുളിന്റെ മറയത്ത് വെച്ചുകൊണ്ട് തമ്മാടിത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണേ, ഗൗരവത്തോടെ ആലോചിക്കണേ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നിങ്ങളൊന്ന് ആലോചിക്കണേ, നിങ്ങളൊന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാകുന്ന ആരോഗ്യത്തെ നിങ്ങൾ തളർത്തിക്കളയല്ലേ. പടച്ചവൻ തന്ന ആരോഗ്യം അത് അത്ഭുതകരമാണ്. അല്ലാഹു നമ്മോട് കൃപയുള്ളവരാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു ആരെയാണ് എന്റെ അടിമ എന്ന് വിളിച്ചത്? നിസ്കരിക്കുന്നവനെയല്ല, നോമ്പ് നോറ്റവനെയല്ല, സക്കാത്ത് കൊടുത്തവനെയല്ല, ഹജ്ജ് ചെയ്തവനെയല്ല. പടച്ചവൻ വിളിച്ചത് മയക്കുമരുന്നിന്റെ അടിമയായി ജീവിച്ചവനെ, പലിശ വാങ്ങിയവനെ, കൊള്ള പലിശ വാങ്ങിയവനെ, അസൂയ വെച്ചവനെ, ദൈവത്ത് പറഞ്ഞവനെ, മറ്റുള്ളവന്റെ ഫിത്തന പറഞ്ഞവനെ, തമ്മാടിത്തം ചെയ്തവനെ, വ്യഭിചരിച്ചവനെ അല്ലാഹു വിളിച്ചതെന്തെന്നറിയുമോ? അവനെ അല്ലാഹ് അകറ്റിയിട്ടില്ല. റബ്ബ് വിളിച്ചത്
യാ ഇബാദിയ, ഓ എന്റെ അടിമകളെ എന്നാണ്, എന്റെ അടിമയെന്നാണ് അല്ലാഹു വിളിച്ചത്. നീ കള്ള് കുടിച്ചത് കൊണ്ട് പടച്ചോ നിന്നെ റബ്ബിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്ക് മോന്റെ മോന്ത നോക്കിയിട്ട് നീ എന്റെ മോനല്ല എന്ന് പറയുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, തമ്മാടിത്തത്തിന്റെ ഭീതിതമായ ജീവിതം നയിച്ചിട്ടോ കാരുണ്യവാനായ ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്ന അല്ലാഹു വിളിച്ചത് എന്റെ അടിമകളെ എന്നാണ്. അത് വല്ലാത്തൊരു വാക്കാണ്. എന്റെ എന്ന് ചേർത്തി പറയണമെങ്കിൽ സ്നേഹമുണ്ടെങ്കിലേ പറയാൻ കഴിയും, അല്ലേ? നമ്മളെ മഹല്ലിൽ നമ്മള് ആ മഹല്ലിനോട് താല്പര്യം ഉണ്ടാകുമ്പോ പറയലെന്താണ്? എന്റെ മഹല്ല്, എന്റെ പള്ളി. പ്രസിഡന്റിനോട് നല്ലോണം സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കരീം ബൈസി ഉസ്താദിനോട് നല്ലോണം സ്നേഹമുള്ള ചെറുപ്പക്കാരൻ പറയും എന്റെ ഉസ്താദ്. നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുള്ളത് എന്താണ്? എന്റെ മോൻ, എന്റെ മോൾ, എന്റെ ഭാര്യ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ നാട്, എന്റെ രാജ്യം, എന്റെ രാഷ്ട്രം. എന്റെ എന്ന് ചേർക്കുന്നത് സ്നേഹത്തിന്റെ അടയാളമാണ്. എങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, മാർക്ക് കുറഞ്ഞു പോയി. ഉമ്മ വിചാരിച്ചു മോന് 50ൽ 50 കിട്ടണമെന്ന്. പക്ഷേ മാർക്ക് കുറഞ്ഞു പോയപ്പോ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് പെണ്ണ് പറയുന്നത്, നിന്റെ മോൻ കൊണ്ടുവന്ന മാർക്ക് അറിയുമോ? അതുവരെ എന്റെ മോനെന്ന് വിളിച്ച പെണ്ണ്, എന്റെ മോനെന്ന് വിളിച്ച ഭാര്യ പറയും നിന്റെ മോൻ അറിയോ? എന്തെങ്കിലും അടിപിടി കേസിൽ ഒരു ചെറുപ്പക്കാരൻ പെട്ടുപോയാൽ വീട്ടിൽ ഉമ്മ പറയുന്നത് എന്താ അറിയോ? ഇശാ നിസ്കരിച്ചിട്ട് ആചാരം വീട്ടിലേക്ക് എത്തിയപാട് പറയോ, നിങ്ങൾക്ക് കഥ അറിയില്ലേ? നിന്റെ മോനെ പിടിച്ചിട്ടതാ. തെറ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരെ പേടിക്ക്, അല്ലെ? നിന്റെ മോന്, നിന്റെ മോള് അങ്ങനെ എന്തെങ്കിലും ഗൾഫിൽ നിന്ന് 2000 രൂപ മോൻ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അറിയോ? എന്റെ മോന് പൈസ കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു മാസം കൊടുത്തയച്ചിട്ടില്ലെങ്കിലോ എന്റെ മോന് തീരെയില്ല, പെണ്ണ് കെട്ടിയ പിന്നെ മിണ്ടുന്നേ ഇല്ല. എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കിട്ടുമ്പോൾ എന്റതും കിട്ടാതിരിക്കുമ്പോൾ നിന്റതുമാണ്. എന്റെ മോന് അങ്ങനെ ചിലപ്പോ മോളോട് പറയും, നിന്റെ മോളുണ്ടല്ലോ, അതുവരെ എന്റെ മോളെ ചക്കര മാങ്ങ തേങ്ങയെന്ന് വിളിച്ചു തെറ്റ് ചെയ്യുമ്പോ അല്ലാഹ് ഗഫൂറായ റഹീമായ റസാഖായ വഹാബായ അവനാണ് മഴ തന്നത്, വെയിൽ തന്നത്. പടച്ചോനെങ്ങാനും സൂര്യപ്രകാശം തന്നിട്ടില്ലെങ്കിൽ ഒരു പച്ചക്കറിയും നമ്മുടെ വീട്ടിന്റെ മുറ്റത്തെത്തില്ല. മഞ്ഞിന്റെ കാലത്ത് മഞ്ഞ് തന്നവന്, ചൂടിന്റെ കാലത്ത് ചൂട് തന്നവന്, മഴയുടെ കാലത്ത് മഴ തന്നവന്, അതേ കുളിർ തന്നലുകൾ തന്നവന് അല്ലാഹ്. റബ്ബിനെ നമ്മളൊരു ഭീകരവാദിയായി കാണരുത്. പടച്ചോനെ കുറിച്ച് എപ്പോഴും നല്ല ചിന്തയെ ഉണ്ടാകാൻ പാടുള്ളൂ. എന്റെ അല്ല എനിക്ക് പുറത്ത് തരില്ല എന്ന് ഒരുത്തന്റെയും മനസ്സിൽ കടന്നു വരാൻ പാടില്ല. അല്ലാഹു എന്റെ അല്ല എനിക്ക് പുറത്തു തരോ. പടച്ചവൻ ഗഫൂറാണല്ലോ, അത് റഹ്മത്താണ്, റഹ്മത്താണ്. നിങ്ങൾ കാണുന്നില്ലേ ഖുർആനിൽ അല്ലാഹു നരകത്തിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സൊക്കെ വല്ലാതെ വേദനിക്കുമ്പോഴാണ് സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ ആയത്തുകൾ വരുന്നത്. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവനാണ്. പടച്ചോനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്നത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. തെറ്റ് ചെയ്തവനെ അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ അടിമ എന്ന ലിസ്റ്റിൽ പെട്ടവനല്ല എന്നല്ല. പിന്നെയോ അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്.
അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. തീർച്ചയായിട്ടും അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പൊന്നുമോനെ, ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയില്ലേ. എന്റെ വയല് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, സ്നേഹത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്. അധികം ചെറുപ്പക്കാരും ഇന്ന് അറ്റാക്കായിട്ട് മരണപ്പെടുകയാണ്. എവിടുന്ന് മരണപ്പെടുന്നു എന്നറിയുമോ? ടറഫിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ, വോളിബോൾ കളിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ മരണപ്പെടുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? ഒരു പഴയ കാലമുണ്ടായിരുന്നു. പഴയ ചെറുപ്പക്കാരോട് ഇന്നത്തെ ന്യൂ ജനറേഷൻ അല്ല, അതിന് മുമ്പുള്ള ഒരു 10-35 വയസ്സുള്ളവരോട് നിങ്ങൾ ചോദിക്കുക, അവരെപ്പോഴാണ് കളിച്ചതെന്നറിയുമോ? പ്രഭാതത്തിലാണ്, രാവിലെയാണ്. എല്ലാരും സുബഹിക്ക് പള്ളിയിൽ വരണമെന്ന് പറയോ. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടി കളത്തിൽ പോയിട്ട് ക്രിക്കറ്റ് കളിച്ചവരാ, ഫുട്ബോൾ കളിച്ചവരാ. പക്ഷെ ഇന്നിന്റെ അവസ്ഥ നിങ്ങൾ അറിയുമോ? ടറഫുകളുടെ പിറകിൽ ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്, മയക്കുമരുന്നുകൾ വിൽക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തിനു വേണ്ടിയാണ് വീടുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് നീ പാതിരാ സമയം വരെ അധ്വാനിച്ചത്? എന്തിനു വേണ്ടിയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് മണലാരുണ്യത്തില് എല്ലുമുറിയോളം പണിയെടുത്ത പ്രിയപ്പെട്ട ബാപ്പ, ഒന്നാലോചിച്ചു നോക്കണേ. നാളെ നീ മരണപ്പെട്ടു പോയാൽ നിന്റെ കണ്ണ് അടച്ചു തരേണ്ടത് നിന്റെ മക്കളാണ്. നാളെ മരണപ്പെട്ടു പോയാൽ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിനെ കാത്തു നിൽക്കുന്നതിന് പകരോ നിന്റെ മുഖത്ത് ശീല കെട്ടിത്തരേണ്ടത് നിന്റെ മോനാണ്. ആരുടെ ചുണ്ടിലാ ഭക്ഷണം വെച്ചു കൊടുത്തത്? ആരെയാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചത്? ആർക്കാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തത്? ആർക്കാണ് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത്? ആർക്കാണ് ബൈക്കുകൾ വാങ്ങിക്കൊടുത്തത്? മോന്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് 1.5 ലക്ഷത്തിന്റെ മൊബൈൽ നീ കൊടുത്തിട്ടില്ലേ? പക്ഷെ പൊന്നുമോന് ദീന് കൊടുത്തിട്ടില്ല, ദീന് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മക്കൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തപ്പോ നാളെ മരണപ്പെട്ടു പോയാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. നിന്റെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമികള്, നിന്റെ 50 ലക്ഷത്തിന്റെ വീട്, നിന്റെ കാർപോർച്ചിലുള്ള വാഹനം, നിന്റെ സുന്ദരിയായ ഭാര്യ, നിന്റെ കുടുംബക്കാര് എല്ലാരും മുമ്പിൽ വെച്ചുകൊണ്ട് നിന്നെ അതാ കഫൻ ചെയ്യുന്നൊരു സമയം വരുമല്ലോ. അന്ന് നിന്റെ ഭാര്യ നെഞ്ചത്തടിക്കുകയാണ്, മക്കള് പാപ്പാത് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ആരും നിന്റെ വിലപിടിപ്പുള്ള വാഹനം നോക്കുന്നില്ല. മുട്ടത്തൊടി പള്ളിയില് അതേ എല്ലാവരെയും കൊണ്ടുപോകുന്ന മയ്യത്തും കെട്ടിലുണ്ടല്ലോ. പണക്കാരൻ കിടന്ന, പണിക്കാരൻ കിടന്ന, യോഗ്യൻ കിടന്ന, അയോഗ്യൻ കിടന്ന, പണ്ഡിതൻ കിടന്ന, പാമരൻ കിടന്ന ആ വാഹനം കൊണ്ടുവന്നിട്ട് നിന്നെ ആ വെള്ള തുണിയിലൊന്ന് പൊതിഞ്ഞിട്ട് ജുമഅത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി മിഹ്റാബിന്റെ ചാരത്ത് നിന്നെ കിടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു വാക്ക് പറയാറുണ്ട്, ഈ മയ്യത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇമാമത്ത് നിൽക്കാൻ പറ്റിയവര്, ഇൽമുള്ളവര്, സാലിഹായൊരു മകനുണ്ടോ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ബാപ്പാന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ നേതൃത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതേ നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പിടയുന്ന മനസ്സുമായി ഒഴുകുന്ന കണ്ണുമായി പകലന്തിയോളം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പയാണ് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കൾ നിങ്ങൾക്കുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നീ ഇശാ നിസ്കരിക്കാൻ ജമാഅത്തിന് പോയി, നിന്റെ മോന് നിസ്കരിച്ചിട്ടില്ല. പലരും സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ മക്കളെ കൊണ്ടുപോകാറില്ല. ഒരാളെയും അറിയിക്കാതെ പള്ളി പോകുന്നവരില്ലേ? ഭാര്യ അറിയില്ല, മക്കളറിയില്ല, ആരെയും ഡിസ്റ്റർബ്
ഡിസ്റ്റർബ് ചെയ്യാതെ വീട് പൂട്ടിയിട്ട് താക്കോലിന്റെ കൊലയുമായി സുബഹിക്ക് വന്ന് നിസ്കരിക്കുമ്പോ നിന്റെ വീട്ടിൽ വിളക്ക് കത്തിയിട്ടില്ല. കാരണോ നിന്റെ മോന് വന്നത് എപ്പോഴെന്നറിയോ? സുബഹി ബാങ്കിന്റെ 10 മിനിറ്റ് മുമ്പ് വന്നിട്ട് കിടന്നുറങ്ങിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ എഴുന്നേൽക്കുന്നത് 10 മണിക്കാണ്. അല്ല നിനക്ക് കണ്ണ് തന്നിട്ട് കാത് തന്നിട്ട് കിട്ടി തന്നിട്ട് എല്ലാ സൗകര്യവും തന്നിട്ട് പടച്ചോനെ മറന്ന് കിടന്നുറങ്ങില്ല ചെറുപ്പക്കാരാ. ഒരു നാള് ബാലൻസ് തെറ്റിയിട്ട് വീടോ പിന്നെ നിനക്ക് സുബഹിക്ക് പോകാൻ പറ്റൂല. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു തആല പറഞ്ഞു വജഅൽനാ നൗമകും സുബാതാ. അല്ലാഹു തആല ഉറക്ക് നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നിരിക്കുകയാണ്. ഉറങ്ങേണ്ട സമയത്ത് കളിക്കുന്നവരായി നമ്മൾ മാറുമ്പോ, അനാവശ്യമായി ഉറക്കൊഴിയുന്നവരായി മാറുമ്പോ ആരോഗ്യമല്ല കിട്ടുന്നത്, ആരോഗ്യം പോവുകയാണ്. പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെടുകയാണ്. രാവിലെയാണ് നീ കളിക്കേണ്ടത്. ആ രാവിലെ അത് പ്രകൃതിയാണ്, അത് അനുഭൂതിയാണ്. രാവിലത്തെ കാറ്റ് കൊള്ളാൻ എന്തൊരു സുഖമാണ്. അതേ കിഴക്കൻ ചക്രവാളത്തിന്റെ മലമടക്കുകളിൽ നിന്നുദിച്ചു വരുന്ന സൂര്യന്റെ കിരണങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഈ ഭൂമി സൃഷ്ടിച്ച അല്ലാഹ്, ആകാശം സൃഷ്ടിച്ച അല്ലാഹ്, പച്ച പുൽകിയ പുണ്യ സൈഗീതങ്ങളെ സൃഷ്ടിച്ച അല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കാൻ ആ ഉറക്ക് നൽകിയ അല്ലാഹുണ്ടല്ലോ. നിന്റെ ഈ കണ്ണിന്റെ ഷട്ടറുകൾ താത്തു തന്നവനാണ് അല്ലാഹു. നീ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിന്റെ കണ്ണ് കണ്ണാകുന്നില്ലേ? അത് കണ്ണിന്റെ എക്സസൈസ് ആണ്, അത് കണ്ണിന്റെ എക്സർസൈസ് ആണ്. അത് അല്ലാഹു നമുക്ക് ഓട്ടോമാറ്റിക്കായി തരുന്നതാണ്. ദുഃഖം വരുമ്പോ കണ്ണ് നിറച്ചു തന്നത് അല്ലാഹു ആണ്. നിന്റെ വായയിലുള്ള തുപ്പ് നീരെങ്ങാനും ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിന്റെ കഷണം പോലും നിനക്ക് കടിക്കാൻ പറ്റില്ല. നിന്റെ പായയിലുള്ള പല്ല് തന്നത് അല്ലാഹു ആണ്. ഈ സദസ്സിൽ വെച്ചിട്ട് അല്ലാഹനെ ഓർക്കണേ, പടച്ചവനെ ഓർക്കണേ മുഅ്മിനേ. ഞാൻ പറഞ്ഞു വരുന്നത് ആ പകലിനെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് നഷ്ടപ്പെടുത്തരുത്. 5 വക്ത് നിസ്കാരമാണല്ലോ. 5 വക്ത് നിസ്കാരത്തിന്റെ തുടക്കം പ്രഭാതത്തിലാണല്ലോ. 2 റക്അത്ത് പടച്ചോന് 10 റക്അത്ത് പറഞ്ഞിട്ടില്ല, 20 റക്അത്ത് പറഞ്ഞിട്ടില്ല. 2 റക്അത്ത്. നിനക്ക് പള്ളി പോകാൻ പ്രയാസമുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്തിട്ട് പടച്ചവന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ നിനക്ക് കഴിയണം. നാളെ നിനക്ക് നടുവിന് വേദന വന്നിട്ട് സുജൂദ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല പൊന്നുമോനെ. ആ രാവിലെ എഴുന്നേറ്റിട്ട് വല്ലാത്തൊരു ദുആയുണ്ട്. ആ ദുആയാണ് നമ്മെ സംരക്ഷിച്ചത്. ആ ദുആയാണ് അനുഗ്രഹത്തിന്റെ ദുആ. ആ ദുആ ദുഹ്ർ നിസ്കാരത്തിലില്ല, അസ്ർ നിസ്കാരത്തിലില്ല, മഗ്രിബ് നിസ്കാരത്തിലില്ല, ഇശാ നിസ്കാരത്തിലില്ല. സുബ്ഹിന്റെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം ആ കൊച്ചു കരങ്ങളുണ്ടല്ലോ, യൗവനം തുടിക്കുന്ന പൊന്നുമോന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് നീ പടച്ചവനോട് ചോദിക്കണം. അല്ലാഹുവിനോട് നീ ചോദിക്കണം. അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നേർവഴി കൊടുത്തവരുടെ കൂട്ടത്തിൽ നീ എനിക്ക് തരണേ അല്ലാഹ്. അത് വല്ലാത്തൊരു ദുആയാണ്. ഹിദായത്ത് തരണേ എന്ന് ചോദിക്കേണ്ടത് രാവിലെയാണ്. ആ പ്രഭാത സമയത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തോട് കൂടെയാണെങ്കിൽ വല്ലാത്ത അത്ഭുതവും അനുഗ്രഹമാണ്. അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത്. രണ്ടാമത് ചോദിക്കുന്നത് എന്തെന്നറിയോ? പടച്ചവനെ, നീ എനിക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. എന്റെ സഹോദരന്മാരുണ്ട്,
കിഡ്നി രോഗികള്, ക്യാൻസർ രോഗികള്, മിണ്ടാൻ പറ്റാത്തവര്, കണ്ണു തുറക്കാൻ പറ്റാത്തവര്, ഇന്ന് വരെയായിട്ട് ട്രെയിൻ കാണാത്തവര്, ഫ്ലൈറ്റ് കാണാത്തവര്, കിടന്ന കിടപ്പിൽ കാത്തിക്കുന്നവര്, മൂത്രമൊഴിക്കുന്നവര്, ഇതൊന്നും തരാതെ ആരോഗ്യം തന്ന അല്ലാഹുവോട് എല്ലാ ദിവസവും ചോദിക്കണം പൊന്നുമോനെ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. പടച്ചോനെ, നീ എനിക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. ആരോഗ്യം കൊടുത്തവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ അല്ലാഹ്. വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. ഏറ്റെടുത്തവരുടെ കാര്യത്തിൽ എന്റെ കാര്യവും ഏറ്റെടുക്കണേ അല്ലാഹ്. വതവല്ലനി ഫീമൻ തവല്ലൈത്. ഇനിയാണ് ദുആയുള്ളത്. വബാരിക് ലീ ഫീമാ അതൈത്. വല്ലാത്തൊരു ദുആയാണത്. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. എന്റെ വീട്, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ആങ്ങളമാര്, എന്റെ പെങ്ങന്മാര്, എന്റെ സുഹൃത്തുക്കള്, എന്റെ കച്ചവടം, എന്റെ കൃഷി, അതിലെല്ലാം നീ എനിക്ക് ബറക്കത്ത് തരണേ അല്ലാഹ്. ഇത് ദുആ ചെയ്യാത്തതാണ് നമുക്കിന്ന് കടന്നു വരുന്ന വിനാശങ്ങളുടെ വിത്ത് പകാനുള്ള കാരണോ. അങ്ങനെ ദുആ ചെയ്ത ആളുകൾക്ക് അല്ലാഹു ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണുന്നില്ലേ ചില മഹല്ലുകളിലെ സമ്പന്നന്മാര്, അവർക്ക് കച്ചവടമുണ്ട്, ഗൾഫില്, നാട്ടിലുണ്ട്, കൊച്ചിയിൽ ഫ്ലാറ്റ് ഉണ്ട്. എത്ര തിരക്കായാലും അവർ സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലുണ്ടാകോ. അവർ ചോദിച്ചു വാങ്ങിയതാണ്. അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ നിലനിർത്തിയതാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അതൈത്. പടച്ചവനെ, നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രഭാതത്തിൽ കടന്നുറങ്ങിയാൽ ബറക്കത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ പ്രഭാതത്തിന്റെ കാറ്റ് കൊള്ളാൻ വല്ലാത്തൊരു സന്തോഷാണ്. അത് അനുഭവപ്പെട്ടവർക്കേ അറിയുകയുള്ളൂ. കിടന്നുറങ്ങിയവർക്ക് അറിയില്ല. എന്തോ ഒരു മനസ്സമാധാനമാണ് വീട്ടിന്റെ സിറ്റോട്ടിൽ ഇരുന്നിട്ട് ആ രാവിലത്തെ കാറ്റൊന്നു കൊള്ളാൻ. എല്ലാ ഹമ്മുകളും എല്ലാ ടെൻഷനുകളും നീങ്ങിപ്പോവുകയാണ്. മാത്രവുമല്ല, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുകൂരിനാ. ഞങ്ങളുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാഹ്. ആ പ്രഭാതത്ത് രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് 2-3 മണി വരെ ചാറ്റിങ്ങിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫിലിമുകളുടെ അടിമകളാണ്. എന്നിട്ട് കിടന്നുറങ്ങുമ്പോ എങ്ങനെയാണ് പടച്ചോനെ നിനക്ക് മറക്കാൻ കഴിഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നമ്മളൊന്ന് ചെയ്യണ്ടേ? ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കച്ചവടം ചെയ്യണം നബിയേ. എപ്പോഴാണ് ഞാൻ കച്ചവടം ചെയ്യേണ്ടത്? ചില ആളുകൾ ഉസ്താദുമാരോട് എന്തിനാ ചോദിക്കുന്നതെന്ന് സഹാബാക്കൾ റസൂലുള്ളാഹിനോട് ചോദിക്കാറുണ്ട്. ഉസ്താദുമാരോട് ചോദിക്കുന്നത് ബറക്കത്താണ്. ഗൾഫിൽ കച്ചവടം ചെയ്യുമ്പോ ഭാര്യയോട് പറയും, ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്, പക്ഷേ നിന്റെ നൊന്ത് പെറ്റ ഉമ്മ അറിയില്ല. ഉമ്മയോടാണ് നീ പറയുന്നത്, ഉമ്മ ഞാനൊരു കച്ചവടം തുടങ്ങുന്നുണ്ട്, ഒന്ന് ദുആ ചെയ്യണേ. ഉപ്പാനോട് പറയണേ, ഉപ്പാ ഞാനൊരു കച്ചവടം തുടങ്ങുന്നു, ദുആ ചെയ്യണേ. ഉപ്പാനറിയിക്കില്ല, ഉമ്മാനറിയിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ആ സ്വഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ അതേ കയറ്റുമതിയും ഇറക്കുമതിയും പഠിപ്പിച്ചു കൊടുത്തത് രാവിലെ നീ കച്ചവടം ചെയ്തോ എന്നാണ്. രാവിലെ ഒരു ബറക്കത്താണ്. നീ ആരായാലും രാവിലെ എഴുന്നേൽക്കുന്നവർ പടച്ചോൻ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. നമ്പൂരി ആയാലും കൊയപ്പനായാലും ചെട്ടിയാറായാലും ആരായാലും അല്ലാഹു രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെ കൃഷ്ണ
കൃഷ്ണന് ബറക്കത്തുണ്ടെങ്കിലോ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ്. അതേ നാട്ടിലെ ജോസഫിന് ബറക്കത്തുണ്ടെങ്കിൽ അവൻ രാവിലെ എഴുന്നേറ്റ് കിടക്കുന്നത് കൊണ്ടാണ്. നമ്മളോ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് അദാബ് കടന്നു വരുന്നത്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് രണ്ടാം പൗരന്മാരാകുമെന്ന ഭീഷണിയിൽ നമ്മളുള്ളത്. നിന്റെ ഈമാൻ തെളിയേണ്ടത് രാവിലെയാണ്. എത്ര ഉറക്കുണ്ടെങ്കിലും ആ ഉറക്കൊക്കെ മാറ്റിയിട്ട് പടച്ചവന്റെ മുമ്പിലൊന്ന് അല്ലാഹനെ വാഴ്ത്താൻ പക്കമായ പാകമായ മനസ്സാക്കിയിട്ട് നീ ഒന്ന് മാറ്റണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ല, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു, വലിയൊരു പണക്കാരനായ. ന്യൂ ജനറേഷൻ അറിയില്ല, അതേ പഴയ 10-40 വയസ്സുള്ളവർക്കൊക്കെ അറിയാം. എന്റെ പ്രിയപ്പെട്ടവർ, അതിനപ്പുറമുള്ളവർക്കറിയാം. കാസർഗോഡ് ജില്ലയിലെ വലിയൊരു സമ്പന്നനായിരുന്നു KS അബ്ദുള്ള ഹാജി. അല്ലാഹുവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. വലിയ സമ്പന്നനാണ്, പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മനുഷ്യനാണ്. ഇഷ്ടം പോലെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യന് എന്ത് പരിപാടിയിൽ പങ്കെടുത്താലും രാത്രി എത്ര ഉറക്കൊഴിഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവര് രാവിലെ ആ മനുഷ്യനെ കാണണമെങ്കിൽ മാലിക് ദീനാർ പള്ളിയിലേക്ക് പോകണോ. ആ കേസത്തുള്ള പടച്ചോനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅതൈത, പടച്ചോനെ നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞാൻ ജോലി ചെയ്യുന്ന കോട്ടിക്കുളത്ത് ഒരുപാട് സമ്പന്നന്മാരുണ്ട്. അവര് ഗൾഫിൽ നിന്ന് വന്നോ എന്നറിയാന് രാവിലെ സുബഹിക്ക് കോട്ടിക്കുളത്ത് ജുമാഅത്ത് പള്ളിയില്, വീട്ടിന്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ടും ജുമാഅത്ത് പള്ളിയിൽ വരുമത്രേ. എന്നിട്ട് അവരും ദുആ ചെയ്യുന്നത് പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് തരണേ എന്നാണ്. ആരെ കഥ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അല്ലാഹു ബറക്കത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഉണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പഠിച്ചോൻ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. ലൈവ് ആയതുകൊണ്ട് നിങ്ങൾ ആരും തോന്നിപ്പോകണ്ട. ഇപ്പൊ ഇലക്ഷൻ വരുന്ന സമയമാണ്. അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ തോന്നിപ്പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ബർക്കത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടോ? പറയാൻ പേടിക്കണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അല്ലാഹു ബർക്കത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? ബർക്കത്ത് കൊടുത്തോണ്ടല്ലേ പ്രധാനമന്ത്രിയായത്, സമ്പത്തുണ്ടായത്, ദുന്യവിയായ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തേ ആ മനുഷ്യർ രാവിലെ എഴുന്നേൽക്കുന്നതാണ്. അമിത് ഷാ എന്ന് പറയുന്ന പൗരത്വത്തിന്റെ ഭീകരതയെ കുറിച്ചുകൊണ്ട് ഇടിമുടക്കം നടത്തിയിട്ട് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷമായി ജീവിക്കുന്നവരെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നും കാരാഗൃഹത്തിന്റെ കരിയറക്കുള്ളിൽ തളച്ചിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്ക് കൊടുത്തും മച്ചു കൊടുത്തും മാംസം കൊടുത്തുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ വിരിമാറി കാട്ടിക്കൊടുക്കേണ്ടി വന്നാൽ കാട്ടിക്കൊടുക്കാൻ തയ്യാറാകുമെന്ന് വിളിച്ചു പറയാനുള്ള പാരമ്പര്യത്തിന്റെ മണ്ണിലാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കയ്യിലുള്ള മുദ്രാഭാഗ്യം മരിക്കേണ്ടി വന്നാൽ ഈ ഭൂമിയിൽ വെച്ച് മരിക്കേണ്ടി വരും എന്റെ പ്രിയപ്പെട്ടവരെ. അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ മരിക്കാൻ വന്നവരാ, നമ്മൾ മറ്റൊരു ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷിക്കുന്നവരാ. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയില്ലേ ആരാണ് മൗലാന മുഹമ്മദ് അലിയുടെ പ്രിയപ്പെട്ട ഉമ്മ എന്നറിയുമോ? ആബിദാ ബീഗം എന്ന് പറയുന്ന മൗലാന മുഹമ്മദ് അലിയുടെ പ്രിയപ്പെട്ട ഉമ്മ. അതേ തന്റെ യുവത്വത്തിൽ തന്നെ മൗലാന മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയപ്പോ ചരിത്രത്തിന്റെ താളുകളിൽ അത്ഭുതം രേഖപ്പെടുത്തിയ ആബിദാ ബീഗം എന്ന് പറയുന്ന മൗലാന മുഹമ്മദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ത്യയുടെ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട മോനെ പറഞ്ഞേക്കുമ്പോ ഒരു വസിയത്ത് ചെയ്തിരുന്നു. എന്താ വസിയത്ത് എന്നറിയുമോ? പൊന്നുമോനെ, നിന്റെ പിറകിലാണ് ഇന്ത്യയുടെ മണ്ണിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ നിന്റെ പിറകിലാണ് വെടിയുണ്ടകൾ ഏറ്റതെങ്കിൽ നിന്റെ മയ്യത്ത് പോലും ഞാൻ നോക്കില്ല എന്ന് ഇന്ത്യയുടെ മണ്ണിൽ വിളിച്ചു പറഞ്ഞ ആബിദാ ബീഗത്തിന്റെ മക്കളുടെ പാരമ്പര്യമുള്ള മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. എന്തുകൊണ്ടെന്നറിയുമോ? പുറത്ത് വെടിയുണ്ട ഏൽക്കുന്നത് ഭീരുക്കൾക്കാണ്. നിന്റെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്താണ് ശത്രുവിന്റെ വെടിയുണ്ടയുടെ വെടിച്ചീളുകൾ കയറിയിട്ട് തുളച്ചു പോയിട്ട് ഇന്ത്യയുടെ മണ്ണിൽ ചേതനമറ്റി കിടന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഐക്യപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഈ കാലഘട്ടം
കാലഘട്ടത്തിലെ ആ മിശാക്ക് പോലും പടച്ചോൻ ബർക്കത്ത് കൊടുത്തത് അയാൾ രാവിലെ എഴുന്നേൽക്കുന്ന മനുഷ്യനാണ്. കാരണം രാവിലെ എന്നുള്ളത് അതൊരു ബർക്കത്തെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തല്ല മോനെ. പെട്ടെന്ന് അറ്റാക്ക് വരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പടച്ചവനെ നമ്മൾ നന്നായി സ്നേഹിക്കുക. അല്ലാഹുവിനെ നന്നായി നമ്മൾ സ്നേഹിക്കണം. അല്ലാഹുവിനെ നന്നായി സ്നേഹിച്ച് റബ്ബിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അല്ലാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ചിന്ത കടന്നു വരണോ. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ പറയൂ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹ്. പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശ്വസ്നേഹത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സലാത്ത് പറയൂ നബി മുഹമ്മദ് മുസ്തഫ. വിശ്വസ്നേഹത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ കേദാരമായ നബി മുഹമ്മദ് മുസ്തഫ. സകലമാന വർഗീയതയുടെ മതിൽ കെട്ടുകൾ തച്ചുടച്ച നബി മുഹമ്മദ് മുസ്തഫ. നീലാകാശത്തിന്റെ മാറിടത്തിൽ പുഞ്ചിരിക്കുന്ന അമ്പിളി അമ്മാവനെ പോലെ ശോഭിതരായ നബി മുഹമ്മദ് മുസ്തഫ. ഒട്ടകത്തിന്റെ ചിന്തളിഞ്ഞ കുടൽമാലകൾ വലിച്ചിട്ടപ്പോൾ വേദന കൊണ്ട് പ്രയാസപ്പെട്ട റസൂലുള്ളാഹി ആ പ്രവാചകര് ബോധം കെട്ട് വീണു പോയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഉഹുദ് യുദ്ധരണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പൊട്ടി, ചുണ്ടുകൾ കീറി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ബോധം കെട്ട് വീണു പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനിൽ എന്തൊക്കെ ത്യാഗങ്ങളാ അല്ലാഹുവിന്റെ റസൂല് സഹിച്ചത്. അന്നേരം ഒന്നും അല്ലാഹുവിന്റെ റസൂല് ബോധം കെട്ടുപോയ ചരിത്രം പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നിങ്ങൾക്കറിയുമോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉഹുദ് യുദ്ധത്തിൽ വെച്ച് റസൂലുള്ളാഹിന്റെ തിരുമുഖത്ത് അല്ലെങ്കിൽ തലയില് ഇരുമ്പിന്റെ ഇരുമ്പ് കവചത്തിന്റെ രണ്ട് കണ്ണികൾ തുളഞ്ഞു കയറി. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഭാഗത്ത് നിന്ന് ഉബൈദത്ത് റളിയല്ലാഹു തആല ഓടിപ്പോവുകയാ. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു തന്റെ പല്ലുകൊണ്ട് കടിച്ച് വലിച്ച് ആ കണ്ണ് ഊരിയെടുത്തപ്പോൾ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പല്ല് പൊട്ടിപ്പോവുകയാണ്. അത് വകവെക്കാതെ രണ്ടാമത്തെ കണ്ണിയും കടിച്ചൂരുകയോ മറ്റൊരു പല്ലും പൊട്ടിപ്പോവുകയാണ്. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ ബോധം കെട്ടു എന്ന് എവിടെയും ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പട്ടിണി കിടന്ന റസൂലാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ബോധം കെട്ട് വീണുപോയ ചരിത്രം പറയുന്നത് ബദറിന്റെ യുദ്ധരണാങ്കണത്തിലോ ഉഹുദിലോ ഖന്തഖിലോ ഖൈബറിലോ അല്ല മുസ്ലിമേ. പിന്നെയോ മലായികത്ത്, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട്, ഈ ഉമ്മത്ത് നരകത്തിൽ കിടക്കും നബിയേ, നരകത്തിന്റെ 7 തട്ടുകളിൽ ഏറ്റവും നിസ്സാരമായ തട്ടില് ഈ ഉമ്മത്ത് കിടക്കും. ആരാണെന്നറിയോ? അഹ്ലുൽ കബായിർ, സന്തോഷികളാണ്. വലം യതൂബു, അവർ തൗബ ചെയ്തിട്ടില്ല. മാതു വലം യതൂബു, അവർ തൗബ ചെയ്യാതെ മരിച്ച ചമ്മാടികളായ മുസ്ലിങ്ങൾ നരകത്തിൽ കിടക്കൂന്ന് പറഞ്ഞപ്പോ ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത അലം നസ്റഹ് ലക സദറക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ലഹ്റക, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നിട്ടില്ലേ, അങ്ങയുടെ നെഞ്ച് നാം വിശാലമാക്കി തന്നിട്ടില്ലേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രാരാബ്ധങ്ങളുടെ കനൽപദങ്ങളിലൂടെ സഞ്ചരിച്ച ഈ ഉമ്മത്തിന്റെ നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് പരിശുദ്ധമായ റമദാനിന്റെ മന്ദമാരുതന്റെ തലോടലേൽക്കാൻ അതേ സമയം അടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ മുട്ടത്തൊടിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ,
പഠിതാക്കളെ, എന്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട പെണ്ണുങ്ങള്, ഹബീബായ റസൂല് ഫാത്തിമ ബീവിന്റെ സങ്കടത്തിന്റെ പേരിലല്ല ബോധം കിട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളോളം ആ വീട്ടിൽ പട്ടിണി ഉണ്ടായിട്ടല്ലാതെ റസൂല് ബോധം കിട്ടു എന്ന് പറഞ്ഞിട്ടില്ല. പച്ചിലകൾ ഭക്ഷിക്കേണ്ടി വന്നില്ലേ? പക്ഷേ ഈ ഉമ്മത്ത് നരകത്തിൽ കടക്കൂന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ബോധം കെടുകയാ, അല്ലാഹുവിന്റെ റസൂല് ബോധം കെടുകയാണ്. അവിടുന്ന് ബോധം തിരിച്ചു വരുന്നത് വരെ ജിബ്രീൽ അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. കണ്ണ് തുറന്ന ഉടനെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതെന്നറിയോ? എന്റെ ഉമ്മത്ത് നരകത്തിൽ കടക്കുമോ ജിബ്രീൽ? ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ഹബീബിന് എങ്ങനെയാ നമുക്ക് മറക്കാൻ കഴിയുന്നത്? ആ റസൂലിന്റെ പാതയിലേക്ക് എന്തേ നമ്മൾ കടക്കാത്തത്? എന്തേ നമ്മൾ സംസ്കാരമുള്ളവരാകാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പറയാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ലാ തസൂലു ഖദമു ബനി ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി. പടച്ചോന്റെ അടുക്കൽ രണ്ട് കാൽപാദങ്ങൾ നീങ്ങൂല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. ഏതാണ് 5 കാര്യങ്ങൾ എന്നറിയുമോ? അന്നുമരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുകയാണ്. ഫീമാ അഫ്നാ, അല്ലാഹു നൽകിയ 70 ഉണ്ടല്ലോ, അല്ലാഹു നൽകിയ 50 ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ് നീ അത് നശിപ്പിച്ചതെന്ന് അല്ലാഹു ചോദിക്കുമത്രേ. വൻ ശബാബിഹി ഫീമാ അബ്ലാ, പടച്ചോ നിനക്ക് യൗവനം തന്നില്ല മോനെ, ആരോഗ്യമുള്ള കാലം തന്നില്ലേ, അത് എന്തിനു വേണ്ടി വിനിയോഗിച്ച്? നിന്റെ യൗവനം എന്തിനു വേണ്ടി വിനിയോഗിച്ചെന്ന് ചോദിക്കോ. പിന്നെയോ വമാലിഹി മിൻ ഐന കതസബു, പടച്ചോർ അതേ നീ എവിടെന്നാണ് മുതൽ സമ്പാദിച്ചത്? വഫീമാ അൻഫഖഹു, ആ മുതൽ എങ്ങനെയാ ചെലവഴിച്ചതെന്ന് അല്ലാഹു നിന്നോട് ചോദിക്കോ. വമാദാ അമില ഫീമാ അലിമാ, നിനക്ക് ഇൽമുണ്ടായതുകൊണ്ട് എങ്ങനെയാ നീ പ്രവർത്തിച്ചത്? ഇൽമു കൊണ്ട് എന്താ നീ ചെയ്തത് എന്ന് അല്ലാഹു നാളെ മഹ്ശറയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, സമയം കുറച്ചേ ഉള്ളൂ. എപ്പോഴാണ് ഖാബിദുൽ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത് എന്നറിയില്ല. ആ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ് എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ മൈൻഡ് ചെയ്യണം, നമ്മുടെ ജീവിതത്തെ നമ്മൾ മൈൻഡ് ചെയ്യണം. അല്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയി അവസാനം പൊട്ടിക്കരഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. നാളെ നമ്മൾ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് മണ്ണുകൾ പേടിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നാളെ ഖബറിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് മണ്ണുകൾ പേടിക്കണം. കാരണം നമുക്കറിയാം 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങും ഖബറിൽ വെച്ചെന്ന് ശാസ്ത്രം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അങ്ങനെ 3 ദിവസമായാൽ നിന്റെ മൂക്ക് ഒലിച്ചു പോവുകയാ ഖബറിൽ വെച്ചുകൊണ്ട്. അതേപോലെ തന്നെ പിന്നെയും ആഴ്ചകൾ കടിയുമ്പോ നിന്റെ നഖങ്ങളൊക്കെ ആ ഇളകി പോവുകയാണ്. നീ മെനിക്ക് വെച്ച നിന്റെ മുടികളൊക്കെ കൊടിഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശരീരം 17ാമത്തെ ദിവസം നീ ശരീരത്തിന്റെ അകത്ത് കയറ്റിയ നിന്റെ കുംഭയുണ്ടല്ലോ, നിന്റെ കുംഭയുണ്ടല്ലോ, നിന്റെ വയറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, 17ാമത്തെ ദിവസം നിന്റെ വയറ് പൊട്ടി ചിതറി ചിന്നി ചിതറി ഖബർ മുഴുവനും ദുർഗന്ധത്തിന്റെ വെള്ളങ്ങളായി മാറുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചില ആളുകളെ ഖബറുകൾക്ക് ഭയാണ്, പുഴുക്കൾക്ക് ഭയമാണ്. ലക്ഷക്കണക്കിന് വരുന്ന പുഴുക്കള് ആകർഷകരായിക്കൊണ്ട് ഖബറിലേക്ക് പുഴുക്കളും ഉറുമ്പുകളും കീടങ്ങളും വന്നുകൊണ്ട് ഇഞ്ചിഞ്ചായി നിന്റെ നാവിനെ തിന്നുമ്പോൾ, നിന്റെ കണ്ണിനെ തിന്നുമ്പോൾ, നിന്റെ മൂക്കിനെ തിന്നുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നീ പുഞ്ചിരിച്ചത് മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ, നീ കൊടുത്തത് മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ. നീ പള്ളിക്ക്
നീ പള്ളിക്ക് കൊടുത്തതേ ബാക്കിയുണ്ടാകുള്ളൂ, നീ മദ്രസക്ക് കൊടുത്തതേ ബാക്കിയുണ്ടാകുള്ളൂ. അതിരാ സമയത്ത് പൊട്ടിക്കരയുന്നവര് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സാന്ത്വനത്തിന്റെ വാക്ക് പറഞ്ഞതേ ബാക്കിയുണ്ടാകുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാ. നമുക്ക് ദുആ ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ. അതിന് മുമ്പ് ഇവിടെ വെച്ചുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരുണ്ട്. പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോഴേക്ക് മനോഹരമായ പള്ളിയാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഈ പള്ളി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആദ്യം നല്ല ആവേശമുണ്ടാകും, പിന്നെ പള്ളിയിൽ വെറും മുഅദ്ദിന് മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയാകരുത്. മരിക്കോളം ഈ നെഞ്ച്, മരിക്കോളം ഈ നെറ്റി ഭൂമിയിൽ വെക്കാൻ കഴിയണം. മരിക്കോളം സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയണം. മരിക്കോളം രണ്ട് കരങ്ങളുയർത്തി പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിയണം. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഈ പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി ആഹോരാത്രം പാടുപെട്ടുകൊണ്ട് സ്വന്തം വീട് പോലെ, സ്വന്തം മകളുടെ വീട് പോലെ, സ്വന്തം മകന്റെ വീട് പോലെ അബ്ബാസ് കോടിയിൽ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉമ്മയുടെ ഖബർ വിശാലമാകാൻ, ഉപ്പയുടെ ഖബർ വിശാലമാകാൻ, തന്റെ കൂടപ്പിറപ്പുകളായ പെങ്ങന്മാരുടെ ഖബറുകൾ വിശാലമാകാൻ ദുആ ചെയ്തിട്ടുണ്ട്. ഈ പള്ളിക്ക് വേണ്ടി കല്ല് കൊടുത്തവര്, ഈ പള്ളിക്ക് വേണ്ടി സിമന്റ് കൊടുത്തവര്, ഈ പള്ളിക്ക് വേണ്ടി കമ്പി കൊടുത്തവര്, കാർപ്പറ്റ് കൊടുത്തവര്, ഈ പള്ളിക്ക് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഭൂമിയിൽ നിലനിൽക്കോളം ഇത് ബറക്കത്താണ്. ഓരോരുത്തരും സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ കൂലിയാണ് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയൊരു വീട് വെച്ചെന്നിരിക്കട്ടെ, ആ വീട്ടിലൊരു ഗേറ്റ് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് പടച്ചോനെ എന്റെ വീട്ടിലൊരു ഗേറ്റ് ഇല്ലല്ലോ എന്ന്. എങ്കിൽ വിശാലമായ പള്ളി അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗേറ്റ് വേണം പ്രിയപ്പെട്ടവരെ. ആ ഗേറ്റ് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഗേറ്റ് ആകണം. കാരണം പള്ളിയിലേക്ക് വരുന്നത് കള്ളന്മാരല്ല, പള്ളിയിലേക്ക് വരുന്നത് വഞ്ചകരല്ല, പള്ളിയിലേക്ക് വരുന്നത് മദ്യപിക്കാരല്ല. ഈ ഗേറ്റ് തുറക്കുന്നത് വീട്ടിൽ നിന്ന് അല്ലാഹുക്ക് സുജൂദ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഈ ഗേറ്റ് തൊടുന്നത് കൂലിയാണ്, തുറക്കുന്നത് കൂലിയാണ്. നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി, ഈ ഭൂമിയിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസാജിദുഹാ, പടച്ചോന്റെ പള്ളിയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കാശ് കൊടുക്കണമെന്ന് പറയുന്നില്ല. ഈ ഗേറ്റിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ അതിന് എത്ര കാശാകുമെന്ന് എനിക്കറിയില്ല. 1000 പറയാൻ, 2000 പറയാൻ, 5000 പറയാൻ. നിങ്ങൾ നാളെ മരിച്ചുകൊണ്ട് ഖബറിൽ പോയി കിടക്കുമ്പോ പുഴുക്കൾക്ക് പേടി വരണേ, ഉറുമ്പുകൾക്ക് പേടി വരണേ. കാരണം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ആരെയും നിർബന്ധിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി കൊണ്ട് ഗേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഓഫർ ഇൻഷാ അല്ലാഹ് 10000 പങ്കെടുത്തിരുന്ന കോട്ടിക്കുളത്ത് സ്വലാത്ത്, അവിടെ ക്യാൻസർ രോഗികൾ വരാറുണ്ട്, എയ്ഡ്സ് രോഗികൾ വരാറുണ്ട്, 10, 20, 15 കൊല്ലം ഗർഭിണിയാകാതെ പ്രയാസപ്പെടുന്നവർ വരാറുണ്ട്. അതേ കൈത്തണ്ടയിൽ കുഞ്ഞുങ്ങൾ വെച്ചുകൊണ്ട് ഉസ്താദെ ഇവിടുന്ന് ദുആ ചെയ്തിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞവരുണ്ട്. എത്രയോ ക്യാൻസറുകൾ സുഖപ്പെട്ട ലിസ്റ്റുകൾ അവിടെ വായിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇജാസത്ത് നടത്തി തന്ന ആ സ്വലാത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോ ഈ അല്ലാഹുവിന്റെ പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഗേറ്റിന്റെ വിഷയത്തിൽ ആരെങ്കിലും എന്നോട് നല്ല വാക്ക് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞ ആ പുണ്യമായ ഭൂമിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്ന് ഉറപ്പ് തരികയാണ്. അടുത്ത വ്യാഴാഴ്ച സ്വലാത്തിൽ വെച്ചിട്ട് ഞാൻ പറയും, അല്ലാഹുവേ പടച്ചോനെ എനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ മുട്ടത്തൊടി എന്ന സ്ഥലത്ത് വഅദിന് പോയപ്പോ പടച്ചോനെ ഈ മസ്ജിദിന് വേണ്ടി ഒരു ഗേറ്റ് തരാമെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നു എന്ന് അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഓൺലൈനിൽ കാണുന്നവരുണ്ടാകോ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ഒന്നുറക്കെ പറയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തുമെന്ന് പറഞ്ഞപ്പോ ഈമാനുള്ള ഒരു ചെറുപ്പക്കാരന് ലതീഫ് എന്ന് പറയുന്ന ഒരു സഹോദരന് എന്റെ പ്രിയപ്പെട്ടവര് 10,000 രൂപ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് നിങ്ങളെ മറക്കൂല,
നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ. നമ്മുടെ അബ്ദുൽ ഖാദറിന് അറിയാം, ഇവിടെ ലൈവ് പ്രോഗ്രാം നടത്തുന്ന അബ്ദുൽ ഖാദർ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എത്രയോ കോട്ടിക്കൊളുത്ത സലാത്ത് ലൈവായി കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ കഴിഞ്ഞ സലാത്ത് വാർഷികത്തിന് ജനനിബിഡമായിരുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ആ സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്ന് വാക്ക് പറയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? എന്റെ ദുആക്ക് മുമ്പായി പറയാൻ. എത്രയോ പണങ്ങൾ നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോ നാളെ കള്ളം കുടിച്ചിട്ടായിരിക്കും മക്കൾ കടന്നു വരുന്നത്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, നമ്മുടെ മക്കൾ തോന്നിയാസം കളിച്ചിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് നമുക്കതിനൊന്നും കൂലി കിട്ടൂല. ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ചെയ്തുകൊണ്ട് നല്ല മനസ്സ് വെച്ചുകൊണ്ട് ഈ ഗേറ്റ് തുറന്നിട്ട് വരുമ്പോൾ അത് കൂലിയാ, അടക്കുമ്പോൾ അത് കൂലിയാണ്. കാരണം ഈ ഭൂമി ലോകത്ത് അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പടച്ചവന്റെ അതേ പള്ളി എന്ന് പറയുന്നത്.